വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. പാസ്റ്റർ PC എബ്രഹാം, ബാങ്ക് അവറാച്ചൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഈ ദൈവദാസൻ ദൈവിക ദർശനങ്ങളെ നിവർത്തീകരിക്കുന്നതിൽ ബദ്ധശ്രദ്ധാലുവായിരുന്നു എല്ലായ്പ്പോഴും. ബാങ്ക് മേഖലയിലെ തൻ്റെ ഔദ്യോഗിക ജോലി സംബന്ധമായി നിയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെയും അനേകരെ കർത്താവിലേക്ക് നേടുന്നതിനും സഭകൾ സ്ഥാപിക്കുന്നതിനും ഇടയായിട്ടുണ്ട്. കേരളത്തിൽ ഇന്നറിയപ്പെടുന്ന പല പ്രാദേശിക സഭകളും, പ്രത്യേകാൽ ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ സഭകളിൽ പലതും അദ്ദേഹത്താൽ സ്ഥാപിതമായതാണ്. ദൈവകരങ്ങളിലെ ഒരു ഇണങ്ങിയ ആയുധമായി ഉപയോഗിക്കപ്പെടുന്ന ഈ ദൈവഭൃത്യൻ തൻ്റെ ജീവിത വഴികളും ശുശ്രൂഷ അനുഭവങ്ങളും പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ അനേക ദൈവദാസന്മാരുടെ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നല്ലോ. ഈ ദിവസവും സ്തോത്രം അതേ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാൻ പോകുകയാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ അഭിഷക്തന്മാരെ കർത്താവ് വിളിച്ച് വേർതിരിക്കുന്നത് വ്യത്യസ്ത നിലവാരങ്ങളിലാണ്. ദൈവം അവർ കൊടുക്കുന്ന ശുശ്രൂഷകൾ, കൊടുക്കുന്ന അഭിഷേകം അത് വ്യത്യസ്ത അളവിലാണ് കർത്താവ് കൊടുക്കുന്നത്. ഇന്നും കർത്താവ് അങ്ങനെ ശക്തമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ച ഒരു ശ്രേഷ്ഠ ദൈവത്തിൻ്റെ അഭിഷക്തൻ നമ്മുടെ മധ്യ ഉണ്ട്. തൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കാൻ പോകുകയാണ്. ഒരുപക്ഷെ നമ്മൾ തന്നെ അതിശയിക്കുന്ന രീതിയിൽ ദീർഘകാലങ്ങൾ കർത്താവിൻ്റെ മിനിസ്ട്രിയിൽ ആയിരിക്കുകയും അതോടൊപ്പം തന്നെ തൻ്റെ പ്രവർത്തന കാലഘട്ടങ്ങളിൽ അറിയപ്പെടുന്ന ഒട്ടനവധി സഭകൾ, പ്രത്യേകിച്ച് ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇന്ത്യക്ക് വേണ്ടി അറിയപ്പെടുന്ന കുറേ സഭകൾ സ്ഥാപിക്കുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയാമെന്നുള്ള കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനാണ് ബാങ്ക് അവറാച്ചൻ എന്നറിയപ്പെടുന്ന പാസ്റ്റർ PC എബ്രഹാം അവർ. ആ പാസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. പാസ്റ്റർ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഹാർവസ്റ്റ് TV ഒരുക്കുന്ന കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു പാസ്റ്റർ. താങ്കളെക്കുറിച്ച് ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അറിഞ്ഞു. ദീർഘകാലം കർത്താവിൻ്റെ വേലയിൽ താങ്കൾ അധ്വാനിച്ചു, ഒട്ടനവധി ശുശ്രൂഷമാരെ വാർത്തെടുക്കുകയും അതുപോലെ തന്നെ ഇന്ന് അറിയപ്പെടുന്ന മിക്കവാറും സഭകൾ അവിടെ ആരംഭം കുറിക്കുവാൻ ദൈവം മുഖാന്തരപ്പെടുത്തിയത് പാസ്റ്ററിനെയാണ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ന് അതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരുമായി ചോദിച്ചറിയുവാനും ഒരു പുതുതലമുറയ്ക്ക് ഒരു സന്ദേശം കൈമാറുവാൻ വേണ്ടിയാണ് ഞങ്ങൾ പാസ്റ്ററിൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത്. പാസ്റ്റർ, താങ്കൾ രക്ഷയിലേക്ക് വരുവാനുള്ള അതിൻ്റെ അനുഭവങ്ങൾ എന്താണെന്ന് ഞങ്ങളുടെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കലും ഞാൻ പ്രസിദ്ധമാകാൻ ആഗ്രഹിച്ചിട്ടുള്ളയാളല്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അടുത്ത് അനേക പ്രാവശ്യം ഇടപെട്ടുള്ള ഒരു ദൂത് ഇതാണ്: നീ ഒരു അനുഗ്രഹമായിരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ പേർ ഞാൻ വലുതാക്കും. ആമേൻ. ഈ വാഗ്ദാത്തം പലരിൽ കൂടെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവം തമ്പുരാൻ നിങ്ങളെയും എൻ്റെ അടുക്കൽ അയച്ച് ഈ ശബ്ദം കേൾക്കുവാൻ ഇടയാക്കിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ ആ ഒരു വിഷയത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പെന്തക്കോസ്ത് മണ്ഡലത്തോട് യാതൊരു മമതയും പുലർത്താത്ത ഒരാളായിരുന്നു. എൻ്റെ കൊച്ചു പ്രായം തൊട്ടേ പള്ളി ഭക്തി എനിക്ക് വളരെ കൂടുതലായിരുന്നു. പള്ളിയിലെ എല്ലാ ശുശ്രൂഷകളും ഞാൻ നന്നായിട്ട് എനിക്കറിയാമായിരുന്നു. പള്ളിയിലെ സൺഡേ സ്കൂളിൽ ഞാൻ ചെറുപ്പത്തിൽ പഠിക്കാൻ പോകുമായിരുന്നു. പഠനം കഴിഞ്ഞിട്ട് ഞാൻ 4 സൺഡേ സ്കൂളുകളിൽ ഒരു ഞായറാഴ്ച പഠിപ്പിക്കുമായിരുന്നു. അന്നൊന്നും ആഹാരം കഴിക്കില്ല, ഇങ്ങനെ പോകുമായിരുന്നു. ആ കാലഘട്ടത്തിൽ പള്ളിയിലെ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിരുന്ന ആ സമയം ഒരിക്കൽ പുതുപ്പള്ളി പള്ളിയിൽ ഈ നേർച്ച വിളമ്പെന്ന് പറയുന്ന ഒരു ഇടപാടുണ്ട്, കോഴിവെട്ട് സമ്പ്രദായമുണ്ട്. അപ്പോൾ ആ കോഴിവെട്ട് സമ്പ്രദായത്തിൽ വരുമ്പോൾ ഞങ്ങൾ വോളണ്ടിയേഴ്സായിട്ട് അധ്യാപകരായ ഞങ്ങൾ ഇങ്ങനെ നിന്ന് കൈപിടിച്ച് കുറേശ്ശെ ആളുകളെ ഇങ്ങനെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കും. ഒരു ദിവസം ഇങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ
നേർച്ച ആളിനെ വിട്ടുകൊണ്ടിരിക്കുക. പുറകെ നല്ല തള്ളുണ്ട് ആളുകൾ, പോലീസ് എസ്കോർട്ട് ഞങ്ങൾക്കുണ്ട്. അങ്ങനെ പെട്ടെന്നൊരു ശബ്ദം കേട്ട്, ഒരടിയുടെ ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ പുറകെ വശത്ത് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ നിലത്ത് കിടന്ന് പിടയ്ക്കുന്നു. നോക്കുമ്പോൾ ഒരു വയസ്സ് എന്ന ഗുണ്ടു മനുഷ്യനും തൻ്റെ 2 മക്കളും കൂടിയാണ് അടിച്ച് താഴെ കളഞ്ഞത്. 2 പോലീസുകാരെ അവർ തല്ലി. പെട്ടെന്ന് വിസിലടിച്ച് റിസർവ് ക്യാമ്പിൽ കിടന്ന പോലീസ് ഓടിയെത്തി അവരെല്ലാത്തി വീശി അടി ആരംഭിച്ചു. ഒരാഴ്ച മുഴുവൻ പള്ളിയിലായതുകൊണ്ട് എനിക്ക് വലിയ ക്ഷീണമുണ്ട്. എങ്കിലും ഞാൻ വീട്ടിൽ വന്ന്, അന്ന് ഞാൻ വെള്ള ഷർട്ട് ഉപയോഗിക്കുന്നയാളാണ്. വീട്ടിൽ വന്ന് ഞാൻ ഷർട്ട് ഊരി ചെന്ന് കുളിച്ച് ഉറങ്ങാമെന്ന് വിചാരിച്ച് ഷർട്ട് ഊരി നോക്കിയപ്പോൾ എൻ്റെ ഷർട്ടിൻ്റെ പുറം മുഴുവൻ രക്തത്തുള്ളികൾ തെറിച്ചിരിക്കുക. ഞാനന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എന്തിനാണ് ഈ ദൈവത്തെ ആരാധിക്കുന്നിടത്ത് ഈ പോലീസിൻ്റെ ആവശ്യം എന്താ? ദൈവത്തെ ആരാധിക്കുന്നിടത്ത് ഈ കോഴിയെ വെട്ടുന്നത് എന്തിനാ? ഇത് ദൈവത്തിന് ഹിതകരമാണോ? എന്തിനീ വേണ്ടതിനും കാണിക്കുന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കയറി. അത് ആ വികാരം കഴിഞ്ഞ് കയറി വന്നപ്പോൾ ഞാനായി തന്നെ ഒരു തീരുമാനമെടുത്തു, ഇനി ഞാൻ ഈ പള്ളിയിലോട്ട് പോകുന്നില്ല. ഞാൻ അവിടെ നിർത്തി. പള്ളി എന്ന് പറഞ്ഞ പള്ളി പുതുപ്പള്ളി ജംഗ്ഷനിലുണ്ട്. ഞാൻ ആ പള്ളിയിൽ പോയി ആരാധനയിൽ പങ്കെടുത്തു. അപ്പോൾ എനിക്കവിടെ ഒരു ഫ്രണ്ട്സും ഉണ്ട്. അവിടെ ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇതിനടുത്ത് തന്നെ ഞങ്ങളിങ്ങോട്ട് പോകുന്ന വഴി ഇവിടെ വേറെ സൺഡേ സ്കൂളുണ്ട് ഞങ്ങൾക്ക്. ആ സൺഡേ സ്കൂളിലെ അധ്യാപകർ ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു, നമുക്കിവിടെ ഒരു വചനം പഠിപ്പിക്കാൻ ഒരാളെ വേണം. ഞങ്ങൾ എന്ത് ചെയ്തു? അപ്പോഴേ അറിയുന്നത് കാനവച്ചൻ എന്ന് പറയുന്ന പുള്ളി ഇച്ചിരി പുരോഗമന ചിന്തയുള്ളയാളാണ് എന്നൊക്കെ അറിഞ്ഞു. പിന്നെ ഞങ്ങൾ ആൾ വിട്ട് അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ച് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണം വരാമെന്ന് പറഞ്ഞു. ആഴ്ചയിൽ ഒരു ദിവസം പുള്ളി വന്ന് ക്ലാസ് എടുക്കാൻ വരും. പുള്ളി ക്ലാസ് എടുക്കും. 100-200 പേര് കൂടി വരുന്നുണ്ട്. സൺഡേ സ്കൂൾ അധ്യാപകരായി ഞങ്ങളുടെ പലരും മദ്യപിക്കുന്നവരാണ്, അധ്യാപകരാണ്, സ്മോക്ക് ചെയ്യും, അതുപോലെ തന്നെ പോലെ തിരുന്നവരൊക്കെയാണ്. എല്ലാം ഞങ്ങൾ നിൽക്കെങ്കിലും 1 വർഷത്തോളം പുള്ളി ക്ലാസ് എടുത്തു. ഒടുവിൽ പുള്ളി 1-2 ആഴ്ച വരാതിരുന്നപ്പോൾ എന്താ വരാതിരുന്നത് എന്നൊരു ചിന്ത വന്നു. അത് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഞാൻ 1 വർഷം ക്ലാസ് എടുത്തിട്ടും അവിടുത്തെ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് പോലും ഒരു മാറ്റം വന്നില്ലല്ലോ എന്ന് പുള്ളി ആരുണ്ടോ പറഞ്ഞത് കേട്ടു. എൻ്റെ മനസ്സിൽ അത് ഫീൽ ചെയ്തു. ഞാൻ ഈ അധ്യാപകരെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ വരാത്തതിൻ്റെ കാരണം ഇന്നതാണ്, അതുകൊണ്ട് നമ്മൾ രൂപാന്തരപ്പെടണം. ഇത് പറയുന്നത് 50 നോയമ്പിൻ്റെ ഒടുവിലത്തെ ആഴ്ച, ഈ കഷാൻ ആഴ്ച ഉണ്ടല്ലോ, ഇതൊക്കെ വെള്ളിയാഴ്ചയൊക്കെ, ആ ആഴ്ചയുടെ ആരംഭത്തിൽ ഞായറാഴ്ച സൺഡേ സ്കൂളും കഴിഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് നമുക്ക് ഈ ആഴ്ച മുഴുവൻ പ്രാർത്ഥനയ്ക്കിരിക്കാം. എല്ലാവരും ഇങ്ങനെ ചെയ്തു. ഞാൻ പറഞ്ഞ അനാവശ്യങ്ങളെല്ലാം കളഞ്ഞ് വെച്ചിരുന്നാൽ മതി. എല്ലാം കളഞ്ഞു. അങ്ങനെ കളഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥനയ്ക്കിരുന്ന് എൻ്റെ 3-ാമത്തെ ദിവസം പോയി ഞങ്ങൾ പള്ളിയിൽ പോയി കുമ്പസാരിച്ചു. വീണ്ടും വന്ന് അവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിലെ അമ്മച്ചി ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറയുന്നത് കേട്ടു. അതെനിക്ക് മഹാ അലർജിയാണ്. പെന്തക്കോസ്തുകാരുടെ വിരോധമാണല്ലോ, മഹാ അലർജിയാണ്. എന്നിട്ട് ഞങ്ങളൊന്നും വേണ്ടിയില്ല. അത് കഴിഞ്ഞ് വൈകിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങളൊക്കെ പോയി. അന്ന് സൺഡേ സ്കൂൾ ബിൽഡിങ്ങിൽ വന്ന് ഞങ്ങൾ റെസ്റ്റ് എടുത്ത് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുകയാണ്. എപ്പോഴും മനസ്സിൽ കുമ്പസാരം എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ ഒരു പാപവും ഇല്ലാതെ നിൽക്കണം, വീട്ടിൽ വന്ന് കിടന്നാൽ പോലും പാപം വരും എന്നുള്ള ചിന്താഗതി ഞങ്ങൾ സൺഡേ സ്കൂൾ ബിൽഡിങ്ങിലൂടെ ഞങ്ങൾ റെസ്റ്റ് എടുത്തപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ ഡിസ്കഷൻ നടത്തി. ആ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരുന്നത് പിറ്റേ ദിവസം ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് പെസഹ വ്യാഴാഴ്ച വന്നിരിക്കുമ്പോൾ ആ അമ്മച്ചി വീണ്ടും ആത്മാവിൽ നിറഞ്ഞ് ഞങ്ങളുടെ മുറിക്കകത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, യേശുക്രിസ്തുവിന് നേരെ പാപം ചെയ്താൽ ക്ഷമിക്കും, എന്നാൽ പരിശുദ്ധാത്മാവിന് നേരെ പാപം ചെയ്താൽ ഒരു നാൾ ക്ഷമിക്കപ്പെടുകയില്ല. അങ്ങനെ ചെയ്ത നിങ്ങൾ യെരൂശലേമിലേക്ക് നോക്കി നടുവൊടിയോളം കരയട്ടെ എന്ന് ഈ അമ്മച്ചി പറഞ്ഞു. ഇത് പ്രവചനമാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ അകത്ത് കമ്പി കുത്തി കയറുന്ന പോലെ എന്നെ ഫീൽ ചെയ്തു. ഞാൻ പരിശുദ്ധാത്മാവിന് വിരോധമായിട്ട് എന്ത് പറഞ്ഞു എന്നുള്ളൊരു വികാരം കയറി. വളരെയേറെ ഭാരം എൻ്റെ ഉള്ളിൽ വന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് ഞാൻ തല കുന്നിച്ചിരുന്നുകൊണ്ട് കരയാൻ തുടങ്ങി. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ഞാൻ കണ്ണ് തുറക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 10 മണിയായപ്പോൾ തുടങ്ങിയതാണ്. ആ പ്രാർത്ഥന ഇതോടൊപ്പം പെട്ടെന്ന് എൻ്റെ പ്രാർത്ഥനയ്ക്കൊരു മാറ്റം.
എൻ്റെ പുറത്ത് എന്തോ വന്ന് വീണതായിട്ട് എനിക്ക് തോന്നി. ഏതോ ഒരു കർച്ചീഫ് വീണ പോലെ കട്ടിയുള്ളത്. ഞാൻ തോക്കുന്നുണ്ട്, ഒന്നുമില്ല, പക്ഷെ നല്ല ചൂടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് മലയാളമല്ല, ഏതാണ്ടൊക്കെ പറയുന്നു. ദൈവശക്തിയാണെന്ന് അപ്പോഴും എനിക്കറിയില്ല. ഞാനിങ്ങനെ ആത്മാവിൽ 3 സഹോദരന്മാരുടെ എൻ്റെ കൂടെയുണ്ട്. ഒരുപോലെ ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ആ ശക്തി വർദ്ധിച്ച് ഞങ്ങൾ കരയാൻ തുടങ്ങി. ഞാൻ ഏറ്റുപറയും. പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ഒരു ബ്ലാക്ക് ബോർഡ് വന്ന് നിന്നു. ആ ബ്ലാക്ക് ബോർഡിൽ നോക്കിയപ്പോൾ നമ്പർ 1, 2, 3 എന്ന് പറഞ്ഞ് 3-4 കേസുകൾ എഴുതിയിട്ടിരിക്കുന്നു. ഞാനത് വായിച്ചപ്പോൾ ഞാൻ ഈ 4 ദിവസമായിട്ടും കുമ്പസാരിക്കും അല്ലാതെയും ദൈവസേന ഏറ്റു പറയാതെ മറന്നു കിടന്ന എൻ്റെ തെറ്റുകൾ എഴുതി കാണിച്ചിരിക്കുക. അതിനകത്ത് ഒരു 11 രൂപ ഞാൻ പുനലൂരായിരുന്നപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് പോരേണ്ട പിന്നെ ട്രാൻസ്ഫർ പോന്നതാണ്. അവിടെ കൊടുക്കേണ്ട 11 രൂപ കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ഞാൻ അറിയാൻ പോകുന്ന അതെന്നെ എഴുതി കാണിച്ചു. ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഞാൻ പറയുന്നത്, നമ്മൾ ചെറിയ കാര്യങ്ങൾ നിസ്സാരമെന്ന് തള്ളിക്കളയാറുണ്ട്. ചെറിയ സാരമില്ല, കെയർലെസ്സായിട്ട് വിട്ടേക്കുകയാണ്. അപ്പം അതിന് എനിക്കൊരു നല്ല പാഠമായത്. ആ പറഞ്ഞ് ഞാൻ വായിച്ചു പറഞ്ഞു, കർത്താവേ, അത് ഞാൻ ഇന്ന കടയിൽ കൊടുക്കാനുള്ളതാണ്, അത് ഞാൻ കൊടുത്ത് വീട്ടിക്കൊള്ളാം, പലിശ കൂടെ കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. ഒരു ഡസ്റ്റർ കൊണ്ട് ഒരു കൈപ്പത്തി വന്നത് മായ്ച്ചു കളഞ്ഞു. 2ാമത്തെ കേസ് ഞാൻ വായിച്ച് ഏറ്റു പറഞ്ഞു, അതും മായ്ച്ചു കളഞ്ഞു, അത് മുഴുവൻ പോയി. അങ്ങനെ അത് വായിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഉണരുമ്പോൾ 5 മണിയായി. രാവിലെ 10-ന് 5 മണിയായി. പെട്ടെന്ന് കണ്ടു തുറന്നപ്പോൾ ഞങ്ങളുടെ ചുറ്റും വീടിന് ചുറ്റും ആരണ്ടൊക്കെ ഞങ്ങളെ വാച്ച് ചെയ്യുന്നു. ഞങ്ങൾ ഒച്ച വെച്ചതൊന്നും ആരും ഞങ്ങളറിയുന്നില്ല. പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഞങ്ങൾ സഹോദരന്മാർ കൂടി മറ്റൊരു വീട്ടിലേക്ക് പോയി. ഞങ്ങൾ ബൈബിൾ ആത്മാർത്ഥമായി ബൈബിൾ എടുത്ത് വായിക്കുന്നതെന്നാ. 2 സ്കൂളെത്തിയാൽ പോരാ, പക്ഷേ ബൈബിളൊന്നും നോക്കിയില്ല. മനസ്സിലായില്ലേ? അങ്ങനെ അപ്പോൾ ഞങ്ങൾ ചെയ്തു. അത് വായിച്ചപ്പോൾ യോവേൽ പ്രവചനം മുഴുവൻ അങ്ങ് വായിച്ചപ്പോൾ ഇത് ഞങ്ങളോട് സംസാരിക്കുന്നു എന്ന് എനിക്കങ്ങ് തോന്നി. ഞങ്ങൾ സഹോദരന്മാർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം എല്ലാ ദിവസവും. ഒക്കെ ഞങ്ങൾ എന്ത് ചെയ്തു, ഓരോ വീടുകളുടെയും ദിവസേന വൈകിട്ട് ഒന്നിച്ച് കൂടിയിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഞങ്ങളുടെ ഹൃദയമൊക്കെ എന്ന് പറയുന്നത് പിള്ളേരുടെ ഹൃദയം പോലെ നിഷ്കളങ്കമാണ്. ഒരു തെറ്റിൻ്റെ ചിന്തഗതിയില്ല മനസ്സിൽ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന എടുത്തപ്പോൾ ഞങ്ങൾക്ക് തോന്നി, ഇങ്ങനെ വീടുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ശരിയല്ല, നമുക്ക് എവിടെയെങ്കിലും ഒരിടത്ത് തന്നെ കൂടണം. അപ്പോൾ മനസ്സിൽ വന്നത് മറുരൂപ മലയിൽ അപ്പോസ്തലന്മാർ പറഞ്ഞല്ലോ, നമുക്കിവിടെ 3 കുടിലുകളുണ്ടാക്കാം, ഒന്ന് നിനക്കും. അതുപോലെ നമുക്കൊരു കുടിലുണ്ടാക്കിയാൽ. പ്രദേശങ്ങൾ മുഴുവൻ അന്ന് പള്ളക്കാടാണ്. ഇതെല്ലാം വിളിച്ചിട്ട് കുറേ വർഷങ്ങളേ ഉള്ളൂ. ആ പള്ളക്കാടാണ്. ആ കാട്ടിനകത്ത് മറ്റാരും അറിയാതെ ഞങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് ഒരു ചെറിയ കുടിൽ വെച്ചു. ആ കുടിലിനകത്ത് വേണേ ഒരു 10-20 പേർക്ക് ഇരിക്കാം, അത്ര സ്പേസേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ 4 പേരും കൂടി രാത്രി അവിടെ പ്രാർത്ഥിക്കാൻ ഒരു പെട്രോമായിസ്റ്റും കത്തിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എങ്ങനെ ഇത് ലീക്ക് ഔട്ട് ചെയ്തു ഞങ്ങൾക്കറിയാൻ പാടില്ല. പരിസരത്തുള്ള യാക്കോബയും മർത്തോമയിൽപ്പെട്ടതായ ആളുകൾ ചൂട്ടുകെട്ടിയും കത്തിച്ചു ഇതാ മലയുടെ മുകളിൽ പള്ളക്കാടിനകത്ത്. എന്നപ്പോൾ ഇരിക്കാനിടയില്ല. ഒടുവിൽ എങ്ങനെയെങ്കിലും ഒതുങ്ങി ഇരിക്കാൻ പറഞ്ഞു ഒരു കയറ്റി ഇരുത്തി ഞാനൊന്ന് എണ്ണി നോക്കിയപ്പോൾ 20 പേർക്ക് ഇരിക്കാവുന്ന സ്ഥലത്ത് 78 പേരുണ്ട്. ഇരുന്നു. ആരും ഒന്നും വിളിച്ചില്ല. ദൈവത്തിൻ്റെ സന്ദർശന ആരംഭം ഒന്നുങ്ങളെയും പറയാണ്. ആരും വിളിച്ചില്ല. പക്ഷേ അവരെന്ന് ഇരുന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് തങ്ങളുടെ ഓർമ്മയിലുള്ള സർവ്വ തെറ്റുകളും ഏറ്റു പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഒരു ദൈവിക സന്ദർശനമായതുകൊണ്ട് സകലരെയും അത് ഫീൽ ചെയ്തു. അവരത്രയും പേര് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കരയാൻ തുടങ്ങി. ഒടുവിൽ അവർ ഏറ്റുപറച്ചിൽ കഴിഞ്ഞിട്ട് ഞാനൊരു പാട്ടുപാടി. ഞങ്ങൾ 3 പേരും ആത്മാവിൽ നിറഞ്ഞു. മറ്റേ ജനമെല്ലാം ഇങ്ങനെ പാടി ഇങ്ങനെ ആരാധിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയോ, ആ 78 പേരും അന്യഭാഷയോടുകൂടി അഭിഷേകം പ്രാപിച്ചു. ദൈവത്തിൻ്റെ സന്ദർശനം തുടങ്ങുകയാണ്. ഞാൻ പെന്തക്കോസ്തുകാരുമായിട്ട് എനിക്ക് ഇഷ്ടമില്ല. ആ എന്നെ ദൈവം തമ്പുരാൻ തിരിച്ച് നിർത്തി സ്പെഷ്യലായിട്ട് എൻ്റെ മേൽ അഭിഷേകം തന്ന് നിർത്തുകയാണെന്ന് ഓർക്കണം. ഇപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ നമുക്കറിയില്ല. ഇവർ അത്രയും പേര് ഒടുവിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ദർശനം കണ്ടിട്ടുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. ഓരോരുത്തർ ഓരോന്നോരോന്ന് പറഞ്ഞു. അതിലൂടെ ഒരു അമ്മച്ചി പറഞ്ഞ ദർശനം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ അമ്മച്ചി പറഞ്ഞു, ഞാൻ ഒന്നും കണ്ടില്ല, എന്നാൽ ഒരനുഭവം പറയാം. കുഞ്ഞുങ്ങളെ,
എനിക്ക് 4 ആൺപിള്ളേരുണ്ട്. ആ മലയുടെ നേരെ താഴെ താമസിക്കുന്നവർ 4 ആൺപിള്ളേരുണ്ട്. അതിൽ 3 പേരെ ഇപ്പോഴുള്ളൂ. ഒരാൾ മരിച്ചുപോയി. ആ മരിച്ചുപോയതിൻ്റെ കൊച്ചിനെക്കുറിച്ച് ഞാനൊരു കാര്യം പറയട്ടെ. അവൻ 4th സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവൻ ഒരു കപ്പ് കാപ്പി എടുത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ അടുക്കളയിലോട്ട് പോകും. അടുക്കളയിൽ നിന്ന് കാപ്പി എടുത്തുകൊണ്ട് വരുമ്പോൾ ഇവനെ കാണുകയില്ല. ഇവനെവിടെ പോയെന്ന് ഒരു പിടിയുമില്ല. അവൻ സന്ധ്യ ആകുമ്പോൾ കയറി വരും. മോനെ എവിടെ ഇരുന്നടാ? ഞാനങ്ങും പോയില്ല മച്ചി. നീ കളിക്കാൻ പോയതല്ലേടാ? ഇല്ല മച്ചി, ഞാൻ കളിക്കാൻ പോയില്ല. നീ കള്ളം പറയുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയും. പിറ്റേ ദിവസം ഇവൻ വരുമ്പോൾ കാപ്പി എടുക്കാൻ പോകുന്നു ഇവൻ സ്ഥലം വിടും. ഇങ്ങനെ പല ദിവസമായപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞ് ഞാൻ ഇവനെവിടെ പോകുന്നത് കാണാൻ വേണ്ടി കാപ്പി എടുക്കാൻ പോകുന്ന പാവത്തിൽ മാറി തിന്നു. നോക്കിയപ്പോൾ ഈ മലയുടെ ഈ കാട്ടിക്കൂടി അവൻ കയറി പോവുകയാണ് മലയിലോട്ട്. ഞാൻ അവനെ അറിയാതെ സകലം വിട്ട് അനുഗമിച്ച പോലെ ഞാൻ ഇവൻ്റെ പുറകെ ഇവനറിയാതെ ശബ്ദം ഉണ്ടാക്കാതെ ഞാൻ കയറിയപ്പോൾ കാണുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥനാലയം വെച്ചിരിക്കുന്ന കുടിൽ വെച്ചിരിക്കുന്ന ഇടത്ത് ഒരു പാറ നിരന്ന് കിടന്നു, നിലവിൽ കിടന്നു. ആ പാറ പുറത്ത് ഇവൻ മുട്ടുകുത്തി എന്നുകൊണ്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഈ പുതുപ്പള്ളിയോട് കരുണ കാണിക്കണമേ. ഒരു മർത്തമക്കാരാ, കരുണ കാണിക്കണമേ. ഈ പട്ടണം മുഴുവൻ മദ്യപാനികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, നാട് മുഴുവനും. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ എനിക്ക് കൂട്ടുകാരായ ചെറുപ്പക്കാരെ തരണേ കർത്താവേ എന്ന് പറഞ്ഞ് അവൻ കരയുകയാണ്. അവൻ്റെ കണ്ണുനീര് അടർന്ന് വീണ ഇടത്താണ്, അവനെ നിങ്ങൾക്കാർക്കും അറിയില്ല, നിങ്ങൾ കണ്ടിട്ടില്ല, ആ സ്ഥലത്താണ് ഈ പ്രാർത്ഥനാലയം വെച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ നീതി. ഒരു വിശുദ്ധ പൈതലിൻ്റെ കണ്ണുനീര് വീണപ്പോൾ, നല്ലതിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ കണ്ണുനീര് വീണ ഇടം തകർന്നു പോയില്ല, അവിടെ ദേവാലയം ഉണ്ടായി. ദൈവത്തിൻ്റെ നീതിയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയും ബഹളവും ബഹുദൂരത്തോളം എത്തിയെന്നുള്ള മലയുടെ മുകളിലല്ലേ, നാട് മുഴുവൻ എത്തി. അത് വലിയ പ്രശ്നമായിട്ട് മാറി. അപ്പം സമുദായക്കാരുകളെ ഈ എപ്പിസ്കോപ്പൽ പാരമ്പര്യങ്ങളിൽ അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് നേരെ ഒരുപാട് പ്രതിസന്ധികൾ ഇങ്ങനെ അടിച്ചു വിടാൻ തുടങ്ങി. അതൊക്കെ ഞങ്ങൾ ഒന്നും കെയർ ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങൾ ഒറ്റ പ്രാർത്ഥന മുടക്കാതെ ഞങ്ങൾ പ്രാർത്ഥനയെ തന്നെ തുടർന്നു. ഇടവകയിലുള്ള 2-3 പേരെ ഒറ്റയ്ക്ക് അവരുടെ സ്ഥലത്തൂടെ മല കയറി ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഈ ഷെഡ് ആളി കത്തുക. അപ്പോൾ ഇവർ വിചാരിച്ച് കറിയാച്ചൻ വന്ന് കത്തിച്ച് പോയതാണ്, ഇനിയിപ്പോൾ ഞാൻ പോകേണ്ട കാര്യമില്ലല്ലോ. പുള്ളി വീട്ടിലോട്ട് പോയി. കറിയാച്ചൻ മറുവശത്തോടെ വന്ന് നോക്കിയപ്പോൾ ഇത് ആളി കത്തുക. ജോണിക്കുട്ടി വന്ന് കത്തിച്ച് പോയതാ, ഇനി ഞാൻ പറഞ്ഞ കാര്യമില്ല. 3 പേര് 3 സ്ഥലത്ത് ഇവിടെ കടന്നു വന്ന് നോക്കുമ്പോൾ ഇത് ആളി കത്തുക. പക്ഷേ ആ തീ അവിടെ ഇല്ല. ഞങ്ങളതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുക. ആ ഷെഡ് ആരും കത്തിച്ചില്ല. ഞങ്ങൾക്കുണ്ടായ ഉണർവിൻ്റെ അനുഭവം. ഈ കത്തിൽ അതേപോലെ നാട്ടുകാർ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആളുകൾ കൂട്ടമായിട്ട് പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയെ സംബന്ധിച്ചവരെല്ലാം ആത്മാവിലായി. ഞങ്ങൾ ആരും സ്ഥാനപ്പെട്ടൊന്നുമില്ല, നിരന്ന സ്ഥാനമൊന്നും ഞങ്ങൾക്ക് വിഷയമില്ല. പക്ഷേ അന്ന് സ്ഥാനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തയേയില്ല. ഞങ്ങൾ ആരാധിക്കുക, ആത്മാവിൽ നിറയുക, അത് പ്രവചനാത്മാവിലങ്ങ് നിറയുകയാണ്. കുഞ്ഞു കുട്ടികൾ തൊട്ട് ഒരാൾ പ്രവചിച്ചങ്ങോട്ട് നിർത്തിയാൽ ഉടൻ തന്നെ അടുത്ത ആൾ ദൂത് എടുത്തു കഴിയും. ആ ആൾ നിർത്തിയാൽ അടുത്തയാൾ ദൂത് എടുത്തു കഴിയും. ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ ആരുമില്ല, ദൂത് പഠിപ്പിക്കാൻ വചനം പഠിപ്പിക്കാൻ ആരുമില്ല. പക്ഷേ ഞങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഞങ്ങളെ നടത്തുന്ന മുഴുവൻ പരിശുദ്ധാത്മാവാണ്. സപ്പോസ് ആൻ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ഞാനിരുന്ന് പ്രവചിക്കുന്നു, എൻ്റെ പുസ്തകം ഇത്ര അധ്യായം എന്നെ വാക്യം. ഈ പ്രവചിക്കുന്നതിന് വേദപുസ്തകത്തിൽ എത്ര പുസ്തകങ്ങളുണ്ടെന്ന് പോലും അറിയില്ല. മനസ്സിലാക്കണം. എല്ലാ ഓർത്തഡോക്സും പാരമ്പര്യക്കാരെ അറിയില്ല. അവ പറയുന്നു ഇന്ന പുസ്തകം ഇന്ന അധ്യായം ഇന്ന വാക്യം ഞങ്ങൾ കുറിച്ചിടും, ഇന്ന പുസ്തകം ഇന്ന അധ്യായം ഇന്ന വാക്യം കുറിച്ചിടും. ചിലപ്പോൾ അത് ഉറ്റോട്ട് എഴുതി വായിക്കുമ്പോൾ എന്നാണെന്നറിയോ, സ്നാനത്തെക്കുറിച്ചുള്ള ദൂത. ഒരധ്യാപകരെ പോലെ ദൈവാത്മാവ് പഠിപ്പിക്കുകയാണ്. അതുപോലെ വിശുദ്ധി, വേർപാട്, ഓരോ സബ്ജക്റ്റ് വൈസിൽ ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. ഞങ്ങൾ അവസാനം സ്നാനപ്പെടുന്നതിനൊക്കെ മുമ്പേ ചില സംഭവങ്ങളുണ്ടായി. അത് ഇച്ചിരി ഇവരുള്ള വിഷയമാണ്. അപ്പോൾ മക്കതോന്യ വിളി പോലെ ഒരു വിളിയാണ്. ഞങ്ങൾക്കൊന്നും ബന്ധുക്കോസുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് ഓർക്കണം. മനസ്സിലായല്ലോ. അങ്ങനെ ഒന്നും അറിയാത്ത പൊട്ടനായിരിക്കുന്ന എന്നെ വേദപുസ്തകത്തിൽ മർമ്മമറിയാത്ത എന്നെ, സ്തോത്രം, എൻ്റെ കർത്താവിനെ ഇറക്കി വിട്ടതാണ്.
പാസ്റ്റർ രക്ഷയിലേക്ക് വന്ന അനുഭവം ഞങ്ങൾ കേട്ടു. അതുപോലെ തന്നെ പാസ്റ്റർ ശുശ്രൂഷയിലേക്ക് വന്ന അനുഭവങ്ങൾ ചുരുക്കമായി ഞങ്ങളുമായി സംസാരിക്കാം. പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എൻ്റെ ജീവനാഡിയായിരുന്നു അന്നത്തെ. ചെറിയ ചെറിയ കൂട്ടങ്ങളായി കൂട്ടങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചിവിടെയുള്ള പ്രയർ, അവിടുത്തെ പ്രയർ, അതിൽ അച്ഛനും ഒക്കെ അന്നൊന്നും പ്രസംഗിക്കുന്നുമില്ല. അച്ഛനൊക്കെ ഞങ്ങൾക്ക് വളരെ കരുത്തേറിയ അനുഭവങ്ങളാണ്. അപ്പം ഞങ്ങൾ ഒന്നിച്ചു കൂടി ഇവിടെ സ്കൂളിനടുത്തുള്ള ഒരു വീട്ടിലാണ് നിത്യേന ഞങ്ങളുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധാരാളമായിട്ട് ദൂത് സംസാരിക്കാറുണ്ട്. അതിൽ എന്നോട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാനും കർത്താവിൻ്റെ വേല ചെയ്യണമെന്നും ശക്തമായിട്ട് എന്നോട് ഇടപെട്ടു. അപ്പോൾ ആ ഇടപെടുമ്പോഴൊക്കെ ഞാൻ മുമ്പേ നിങ്ങളെ ഓർപ്പിച്ചതുപോലെ എനിക്ക് ഭയമാണ്. ഞാൻ പൊതുജനത്തെ ഫേസ് ചെയ്തതിന് പേടിയില്ല. പക്ഷേ എൻ്റെ നിന്നൊരു പിഴവാക്ക് വന്നാൽ അത് എനിക്കിട്ട് തിരിച്ചു വെട്ടുന്ന വാളാണുള്ളത്. ഭയം കൊണ്ട് ഞാൻ ശുശ്രൂഷിക്കിറങ്ങില്ല. അതേസമയം പ്രവചനാത്മാവ് എന്നിൽ ശക്തമായിരുന്നു, വെളിപ്പാടുകൾ ശക്തമായിരുന്നു, രോഗശാന്തി ശുശ്രൂഷയൊക്കെ ശക്തമായിരുന്നു. എനിക്കറിയില്ല എന്തൊക്കെ എന്നെക്കൊണ്ട് ദൈവം ചെയ്യിക്കുന്നത് എനിക്കറിയില്ല. ഞാനിതൊന്നും പ്രാക്ടീസ് ചെയ്ത ആളല്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഒരു ട്രാൻസ്ഫർ ഓർഡർ നേരെ അന്ന് ഞാൻ ചങ്ങനാശ്ശേരി ഇരിക്കുന്ന എന്നെ മാവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പാസ്റ്റർ ജോലിയിരിക്കുമായിരുന്നു. ജോലിയിരിക്കുമ്പോൾ ഞാൻ സ്റ്റേറ്റ് ബാങ്കിലായിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് വെട്രാവൻകൂറിൽ. അതെനിക്ക് ചരിത്രം വരെ ഉണ്ട് ഒത്തിരി. ഞാൻ നേരെ മാവേലിക്കര ചെന്ന് ചാർജ് എടുത്തു. ചാർജ് എടുക്കുന്ന ദിവസം ഒരു സഹോദരി പെന്തക്കോസ്താ കണ്ടാൽ അറിയാം, എൻ്റെ കൗണ്ടറെ കൊണ്ടുവന്നൊരു കുറിപ്പ് എഴുതി വെച്ച് അവിടെ പണം മേടിച്ചിട്ട് എഴുതി വെച്ചു, ഇന്ന് വൈകിട്ട് സഭാകുളിയിൽ നടക്കുന്ന യോഗത്തിൽ ദൈവവാസം പ്രസംഗിക്കണം. ഞാനത് ഉച്ച സമയത്ത് എടുത്ത് പരിശോധിച്ച് ആരെയും പരിചയപ്പെട്ടില്ല. ഒരു പിയൂൺ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു അമ്മച്ചിയാണ്, അവിടെ ഒരു യോഗം നടക്കുന്നുണ്ട്, സാർ വരണം എന്നോട്. ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉഴപ്പാൻ തുടങ്ങി. പക്ഷേ എൻ്റെ പ്രവർത്തനായിരിക്കുന്ന ഒരു അതിരിങ്കൽ ജോർജ് സാറുണ്ട്, അദ്ദേഹം അവിടെ ഉണ്ടായി. ഞാൻ ചോദിച്ചു, സാറേ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? സാർ പോകാൻ പറഞ്ഞു. എന്നിട്ട് പേടിയാണ് എനിക്ക്. ഞാൻ എന്ത് ചെയ്തു, വഴിയൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് ഞാൻ സന്ധ്യയോട് കൂടി അവിടെ എത്തി. ഇവരാരും കാണാതെ ഒരു ഒഴിഞ്ഞ മോണി മാറി ഞാൻ മാറി അവിടെ നിന്നു. ഞാൻ പുറകിൽ എന്ത് ചെയ്തു, അവിടെ മാറി ആരും കാണാതെ ഇരുന്നു. പെട്ടെന്ന് ഒരു ശക്തി എൻ്റെ മേലെ കൊണ്ട് വന്നു, എന്നെ എടുത്ത് ബോൾ എറിയുന്ന പോലെ എറിഞ്ഞു. ഞാൻ ആ എൻ്റെ നടുവിൽ ചെന്ന് ബൊമ്മെന്ന് വീണു. ചാടി എഴുന്നേറ്റ് ഒരറ്റം തൊട്ടും കൊണ്ട് വിവേചിക്കാൻ തുടങ്ങി. ആദ്യത്തൊട്ട് പോലീസുകാരുടെ നിലയില്ല. നമുക്ക് ഞാൻ നാട്ടിൽ ചെന്ന് കയറി ആദ്യ ദിവസം ഒരുത്തരുമായിട്ട് ബന്ധമില്ല. വിവേചിച്ചു. രാത്രി 3:30 മണി വരെ ആ പോക്കങ്ങ് പോയി. അപ്പോൾ അവർക്ക് നിർബന്ധമായിട്ട് അടുത്ത ദിവസം യോഗം, അടുത്ത ദിവസം യോഗം. ഞാൻ എഴുതു, ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ട ഇടമാണ്. അങ്ങനെയാണ് ഞാൻ പ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. പിന്നെ എനിക്ക് ഈ പുസ്തകം താഴെ വെക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. പക്ഷെ അതുപോലെ ഏകദേശം ഇപ്പോൾ എത്ര വർഷമായി ഈ ശുശ്രൂഷയിലായിട്ട്? ശുശ്രൂഷയിലായിട്ട് ഇപ്പോൾ 58 വർഷമായി. പാസ്റ്ററിൻ്റെ ജോലിയോടുള്ള ബന്ധത്തിലും ശുശ്രൂഷ അതെങ്ങനെയാണ് പാസ്റ്റർ കൊണ്ടുപോയത്? ജോലി സമയം ഞാൻ വിശ്വസ്തനാണ്. ഷാർപ്പ് 10 o'clock ഞാൻ കൗണ്ടറിൽ അറ്റൻഡ് ചെയ്തിരിക്കും. ട്രഷറി ബ്രാഞ്ചിൽ എന്ന് പറയുന്നത് വളരെ ഹെവി ലോഡുള്ള ബ്രാഞ്ചാണ്. കോടികൾ ഇപ്പോഴേക്ക് എറിയുന്നതാണ്. 10 മണിക്ക് ഞാൻ ഓഫീസിൽ അറ്റൻഡ് ചെയ്താൽ ദൈവം എന്നെ ഒത്തിരി മാനിച്ചത് പറയാം. രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതെയാണ് ഞാൻ വന്ന് കൗണ്ടറിലിരിക്കുന്നത്. ചീഫ് കാഷ്യറാണ് ഞാൻ. 5 മണിയാവുമ്പോൾ എൻ്റെ ബുക്ക് ഞാൻ ക്ലോസ് ചെയ്ത് ടാലി ചെയ്തിട്ട് സ്ട്രോങ് റൂം പൂട്ടും. ഞാൻ ബാഗ് എടുക്കും, സ്ഥലം വിടും. പിന്നെ പിറ്റേ ദിവസം ഓഫീസിലേക്ക് വരുന്നത് വരെ ഞാൻ കർത്താവിന് വേണ്ടി ഫീൽഡിലാണ്. രാത്രി മുഴുവൻ പ്രാർത്ഥനയും ശുശ്രൂഷയും. പ്രാർത്ഥന മാത്രമല്ല, ശുശ്രൂഷയായിരുന്നു കൂടുതലും. കാരണം ആളുകൾ വിട്ടുമാറാൻ നിൽക്കുകയാണ് എൻ്റെ ഇരിക്കൽ. രോഗശാന്തി, ഭൂതശാന്തി, അതെ, ദൈവശബ്ദത്തിന് വേണ്ടി. അതെ. പാസ്റ്ററിൻ്റെ കാലയളവിൽ ഏകദേശം എത്ര സഭകൾ സ്ഥാപിച്ചു? അതുപോലെ തന്നെ അത് ഇപ്പോൾ ഞങ്ങൾ അറിയപ്പെടുന്ന സഭകൾ ഏതൊക്കെയാണ്? ഒന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യാം. ഏതാണ്ട് 48 സഭകൾ എൻ്റെ സ്വന്തം കഠിനാധ്വാനത്തിൽ ദൈവം നല്ല സഭകളാണ് തന്നിട്ടുണ്ട്. ഒരു 34 സഭകൾ പാർഷ്യലായിട്ട് ദൈവദാസന്മാർ ഇതുപോലെ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ ഉണ്ടായിട്ടുണ്ട്. എല്ലാം കൂടി 82 സഭകൾ
ദൈവസഭയ്ക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ആമേൻ. ഏകദേശം 82 സഭകൾ പാസ്റ്ററിൻ്റെ ഏകദേശം 44 ഒറ്റയ്ക്കും, അതെ, ബാക്കി 34 ചില ദേവാസന്മാർ ഇടയ്ക്കൊന്ന് പ്രസംഗം വിളിച്ച് വരുന്നു, അങ്ങനെ അല്ലേ? അതെ. അങ്ങനെ ഏകദേശം 84 സഭകൾ. ഞാൻ വിളിക്കാതെ തന്നെ ചിലപ്പോൾ യോഗത്തിന് വരുമല്ലോ, അങ്ങനെ ഇരിക്കുന്നത് സഹായകരമാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അങ്ങനെ ഇതൊക്കെ ആരംഭിച്ചത് പാസ്റ്ററായിരുന്നു. അതെ, അതെല്ലാം ആരംഭിക്കുന്നത് ഞാൻ തന്നെ. അങ്ങനെ ദൈവം എന്നെ, വേറൊരു കാര്യം, ദൈവം എന്നെ ആദ്യം ഒന്ന് മാനിക്കുമായിരുന്നു. എനിക്ക് ഒന്നാമത് ഓഫീസാണ്, എനിക്ക് കൂടുതൽ സ്റ്റഡി ക്ലാസ് എടുക്കാനോ പഠിപ്പിക്കാനൊന്നും സമയം കിട്ടുകയില്ല. എവിടെങ്കിലും ഒരാൾ, ഒരു രോഗി അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ എടുക്കുമ്പോൾ ഒരു വീട്ടിലാണ് എന്നിരിക്കട്ടെ, പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു ഭൂതകളായി. അപ്പോൾ ആ ഭൂതത്തെ നമ്മൾ പറഞ്ഞ് വിട്ട് കഴിയുമ്പോഴത്തേന് അതങ്ങ് സ്പ്രെഡ് ചെയ്യും. അയൽവക്കത്തുള്ള എല്ലാം കൂടെ അടുത്ത ആഴ്ചയിൽ സാറേ ഒന്ന് വരണേ, വരുമ്പോൾ ചെന്ന് അവിടെ ഇരുവെടുക്കുമ്പോൾ അവിടെ അന്നേരം ഇളവില്ലാണ്ട് ഭൂതം, മനസ്സിലായോ? അപ്പോൾ ആളുകൾ ഇതിനെക്കുറിച്ച് അങ്ങ് സംസാരമായി. അപ്പോൾ അങ്ങ് കൂടി വന്നു. പിന്നെ ഞാൻ അവരെ വിട്ടു പിരിയാതെ അവിടെ നിന്ന് ട്രീറ്റ് ചെയ്യും. അങ്ങനെ ശുശ്രൂഷ കൊടുത്ത് സ്നാനത്തിലേക്ക് നടത്തി അവരെ കൃപയിലാക്കി ഒരു പാസ്റ്ററെ മാനേജ് ചെയ്യാൻ ഏതാണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യം വന്നാൽ അപ്പോൾ തന്നെ ഞാൻ കേന്ദ്രത്തെ വിളിച്ച് ഇവരെ ഒരു പാസ്റ്ററെ കൊടുത്ത് സഭയേറ്റിട. കാരണം എനിക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ടല്ലോ, എൻ്റെ സഭയല്ലേ. എനിക്കല്ലാതെ അതിനോട് വലിയ അങ്ങനെയുള്ള പറ്റുവാനൊന്നും അല്ല. ഏത് മനുഷ്യരും കർത്താവിൻ്റെ മക്കളാണെന്നും സഹോദരങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും. ഏതൊക്കെയാണെന്ന് പാസ്റ്റർ പറയാം. വെണ്ണിക്കുളത്തെ പ്രവർത്തനം തുടങ്ങി, ചർച്ച് ഓഫ് ഗോഡിൻ്റെ കഞ്ഞിക്കുഴി സഭ, വെള്ളാട്, പിന്നെ SN പുരം, ചെന്താമറ്റം, വാഴൂര്, ഉണ്ട് മുതലപ്പയില്, അതിൽ ചാമമ്പതാല്, പാന്തളം, വലിയതുറ, കൊട്ടാരക്കര, കരിക്കം, മഞ്ഞമൺകാല, എടമണ്ണ്, ആര്യങ്കാവ്, പിന്നെ വലിയതുറ. കേരളം വിട്ടാൽ വടക്കേ ഇന്ത്യയിൽ ഗുജറാത്തിൽ എനിക്ക് 4 സഭകളുണ്ട്. കേരളം പോലെയുള്ള ബന്ധമാണ് ഗുജറാറ്റിൽ. അതുപോലെ തന്നെ ബോംബെയിലും ഇതുപോലെ തന്നെ സഭകൾ ഒത്തിരി ഉണ്ടെങ്കിലും എൻ്റെ വർക്കുണ്ട്. 4 സഭകൾ അവിടെയുണ്ട്. പിന്നെ മധ്യപ്രദേശിലെ സിംഗറോളി എന്ന് പറയുന്ന ഇടം, അവിടെ ഒരു 450 പേരോളം ഇപ്പോൾ വിശ്വാസികളുണ്ട്. അവിടെ ഒരു സഭ. പൂനെയിൽ ദേഹു റോഡ് എന്ന് പറയുന്ന എനിക്ക് നല്ലൊരു സഭയായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സഭകളൊക്കെ ഇപ്പോൾ നല്ല നിലയിലാണല്ലോ പാസ്റ്ററെ? മിക്ക സഭകളും നല്ല നിലയിലാണ്. പക്ഷേ ഈ കോവിഡ് വന്നതിൻ്റെ പരാജയമുണ്ട്. ദൈവത്തിൻ്റെ കൃപയിൽ ആരംഭം കുഴിയാൻ പാസ്റ്ററിനെ കർത്താവ് ഏൽപ്പിച്ചു. പക്ഷേ ആ വേല സ്ഥലത്ത് അനുഗ്രഹമായിട്ട് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അതെ, ഒരു സഭകളും ഒരു മോശമില്ലാതെ കൊണ്ട് ഞാൻ അവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ഞാൻ അവിടെ നിന്ന് ഒരാളെ നിലനിർത്താൻ വേണ്ടി ഒരാളെ എൻ്റെ കിട്ടുന്ന നേരം വെളുക്കുന്ന വരെ അവന് വേണ്ടി, ആ വ്യക്തിക്ക് വേണ്ടി ഒരു സ്ഥാനത്തിന് തീരുമാനമെടുക്കുന്ന വരെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ട് എഴുന്നേക്കും. പാസ്റ്ററെ, ഈ ജോലി ഇരിക്കുന്ന സമയത്താണല്ലോ ഇതൊക്കെ ഉണ്ടായത്. അതെ. എങ്ങനെയാണ് ഒരു സഭകൾ ഉണ്ടാകാൻ വേണ്ടി പാസ്റ്റർ എടുക്കുന്ന റിസ്ക്? സഭ ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഒരിടത്തും ഒന്നും ചെയ്തില്ല. പക്ഷേ ദൈവം സഭ ഉണ്ടാക്കാനുള്ള വഴികൾ എനിക്ക് വെട്ടിത്തരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു രോഗി സൗഖ്യമായി, അവരോട് തന്നെ അടുത്ത ദിവസം പ്രാർത്ഥന വേണം. ഞാൻ ജനത്തെ കൈവം കൂട്ടിക്കൊണ്ടുവരിക. രോഗശാന്തി, ഭൂതശാന്തി ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേനെ അങ്ങനെ അവിടെ ഡെവലപ്പ് ചെയ്യും. ദൈവം വിടുതൽ കൊടുക്കുന്ന ലൈവ് കാണുമല്ലാരും. ആ വേണ്ട. അപ്പോൾ ശുശ്രൂഷ കാര്യങ്ങൾ എന്തെങ്കിലും ദേഹോപദ്രവങ്ങൾ പാസ്റ്ററിനെ നേരിട്ടിട്ടുള്ളൂ? ദേഹോപദ്രവത്തിൻ്റെ കാര്യം പറഞ്ഞാൽ എന്നെ ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ആ വഴിയോടെ നീ വീട്ടിൽ പോകരുത്. എന്നൊരു ദൂത, എന്താണെന്നറിയില്ല. ഞാൻ ഈ വഴിയോടെ ഇഞ്ഞു പോന്നു. പിറ്റേ ദിവസം ദൂത എന്നോട് പറഞ്ഞു, നീ ഇന്ന വഴിയാണ് വീട്ടിൽ പോകരുതെന്ന്. എന്നെ എന്താണെന്ന് പറയുന്നത്, ഞാൻ ഈ വഴിയാണ് വന്നു. ഇങ്ങനെ ഒരാഴ്ച എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിട്ടു. ഒരു ദിവസം ശബ്ദമൊന്നും കേട്ടില്ല. ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഒരു ചെറിയ മരം നിൽപ്പുണ്ട് മുറ്റത്ത്. ആ മരത്തിൻ്റെ ഒരുതൻ കടാരി ഇങ്ങനെ ഊരി കടിച്ച് പിടിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട്. എൻ്റെ ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ടാണ് വരുന്നത്. ഞാനിത് കണ്ടുകൊണ്ട് ഞെട്ടിപ്പോയി. പെട്ടെന്ന് മെഴുകുതിരി ഞാൻ കെടുത്തി, കാലം ചെരുപ്പൂരി ഞാൻ സൈഡ് വഴി കയറി അകത്ത് വന്നു. അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അല്പം കഴിഞ്ഞ് സൂര്യൻ അവന് വെളിച്ചം കാണാൻ തുടങ്ങി. കണ്ടു തുറന്നു, അവനെ കണ്ടില്ല. അവനൊരു ദിവസം വഴിയിൽ വെച്ച് അവൻ നടന്നു വരികയാണ്. നടന്നു വരുമ്പോൾ എന്നെ നേരെ ഇങ്ങനെ വരിക. അടുത്ത് വന്ന് കൂട്ടിമുട്ടി നിന്നു. അപ്പം ഇവൻ്റെ ചേട്ടൻ്റെ
മകനെയും ഒക്കെ ഞാൻ സ്ഥാനപ്പെടുത്തി. അതാണ് ആ വാശി. ഞാൻ വന്ന് എന്നോട് പറഞ്ഞു, മുന്നോട്ട് വയ്ക്കരുത്, ഒരടി മുന്നോട്ട് വെക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ഒരു മനുഷ്യൻ പറഞ്ഞു, ഇടാ കുര്യാപ്പി, ഇവിടെയേറ്റം വരുവാൻ നിൻ്റെ അനുവാദം വേണ്ടി വന്നില്ല. എന്നെ അയച്ചൊരു കർത്താവുണ്ട്, ഇവിടെയേറ്റം എന്നെ എത്തിച്ചവൻ. ഇനി ഞാൻ മുന്നോട്ട് പോകണോ വേണ്ടിയോ എന്ന് നീയല്ല തീരുമാനിക്കുന്നത്, എന്നെ അയച്ചവനാണെന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവനങ്ങ് പോയി. ഞാനും അവൻ കേൾക്കാതെ പറഞ്ഞു, ഞാനും കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ്റെ കുടുംബത്തിൽ 7 പേരെ ഞാൻ മുക്കി. അതാ ഞാൻ കാണിച്ചു കൊടുത്തത്. പിന്നെ ഒരു കൊച്ചിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി കാത്തിരിക്കുക എന്നെ. ഞാൻ ആ വീട്ടിലോട്ട് കയറി ചെന്നപ്പോൾ അവിടെ ഇരുന്ന ഉടനെ അവിടുത്തെ അമ്മച്ചിയും കൂടെ വിശ്വാസിയാണ്, ഒരു മകളും വിശ്വാസിയാണ്. പിന്നെ പുറകെ 2-3 പേരും കയറി വന്ന മുട്ടാളന്മാർ. ഏയ്, നിങ്ങളാണോ ബാങ്കിലെ അവറാച്ചൻ? പറഞ്ഞാതെ. നിങ്ങളുടെ കയ്യിലാണോ വാളിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലല്ലെങ്കിലും വേറെ വാളുള്ളവനുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഒരുത്തൻ പറഞ്ഞു, നമുക്ക് ഇവിടെ വെച്ചൊന്നും വേണ്ട, വടിയിലോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇറങ്ങി. അവരിറങ്ങിയുണ്ട്, അവരുടെ കൊച്ചിനെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊച്ചിനെ കൊണ്ടുവന്ന് ഞാൻ കൈ വെച്ചങ്ങ് പ്രാർത്ഥിച്ചു, കർത്താവ് അതിനെ അങ്ങ് സൗഖ്യമാക്കി. ഞാൻ ഇറങ്ങിയപ്പോൾ നിൽക്കിയവന്മാർ നോക്കിയപ്പോൾ അപ്പുറത്ത് ഒരു ഗ്യാങ് കൂട്ടമായിട്ട് നിൽക്കുന്നു. ഞാനൊരു കുറിച്ചില്ല, ഊസാതെ അങ്ങോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഇവന്മാർ ചുറ്റും എൻ്റെ ചുറ്റും കൂടി നടന്നു. ഞാൻ മറ്റവർ നിൽക്കുന്നവരാ, നമ്മളെ പ്രാർത്ഥനയ്ക്ക് വരാനുള്ളവരാ. ഞാനവിടെ കൂട്ടത്തിൽ കയറി മുന്നോട്ട് അങ്ങോട്ട് ആരോടും മിണ്ടുന്നില്ല. പെട്ടെന്ന് എന്നോട് ഒരു സഹോദരി പറഞ്ഞു, ചേട്ടാ ആ മീശക്കാരന് പുതിയ ആളാ, പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ നോക്കിച്ച് പറയാൻ എനിക്ക് പരിചയമില്ല. അപ്പം എനിക്ക് ടെൻഷനുണ്ടേ. ഞാൻ പരിചയമില്ല. എന്നാൽ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് ഈ സഹോദരി പറഞ്ഞു. അപ്പോൾ ഒരു 10-30 പേരുണ്ട്. പറഞ്ഞു, ഇതാരാണെന്നറിയാമോ? ഇത് ബാങ്കിലെ അവറാച്ചൻ സാർ എന്ന് പറയും എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. ഈ പുള്ളി ആരാ? സർക്കിൾ ഇൻസ്പെക്ടർ. ഒരു ഭക്തരായ ചാക്രിട്ട. അപ്പം ദൈവം തമ്പുരാൻ ആ കൊലക്കത്തിയുടെ മുമ്പിൽ എന്നെ കൊല്ലായിരുന്നിടത്ത് സർക്കിൾ ഇൻസ്പെക്ടറെ കൊണ്ട് നിർത്തി ഇവന്മാരെ പുറകോട്ട് വിട്ടു. അടുത്തൊരു ദിവസം എൻ്റെ പുറകെ വന്നു തല്ലാൻ. ഒരിടത്തുണ്ട് ഞാൻ പോവുക. ഞാൻ കുറേ കൂടി എന്ന് പറഞ്ഞു, എടോ നിർത്ത്. ഏതൊക്കെ ഞാനൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ നിർത്ത്, വരുന്ന യോഗത്തിന് വാ, അല്ലെ വീട്ടിൽ പോകും പറഞ്ഞു. അന്ന് രാത്രി എന്നെ കൊല്ലവന്മാർ കൂടിയെടുത്ത് 9 ഭൂതങ്ങളെ ഇളക്കി ദൈവം. 9 എണ്ണം. അയ്യോ എൻ്റെ വിഷയം, അതൊക്കെ ഒരു ഭയങ്കര സംഭവങ്ങൾ ഇന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് കാലഘട്ടത്തിൽ ദൈവം ചെയ്യിപ്പിച്ചത്. അയ്യോ, പാസ്റ്റർ ശുശ്രൂഷയിൽ ഈ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടല്ലോ, അതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയും. ഓർമ്മയിൽ എൻ്റെ മൂത്ത മോൾ ഉൾപ്പെടെ 5 പേര് മരണത്തിൻ്റെ ആ ലാസ്റ്റ് മോമെൻറ്റിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു. അപ്പോൾ എൻ്റെ ഓഫീസിനടുത്ത് പിന്നെ ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ആത്മീയ സന്തതി ഓടി എന്ന് എന്നോട് പറഞ്ഞു, അവറച്ചായ ഞങ്ങളുടെ കൊച്ചമ്മ മരിച്ചു, ഡോക്ടേഴ്സെല്ലാം വന്ന് നോക്കി എല്ലാം ഡെഡായി കഴിഞ്ഞിരിക്കുകയാണ്, ജീവൻ മുഴുവൻ പോയിട്ടില്ലെന്ന് തോന്നുന്നു, ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ കൗണ്ടർ എഴുതാനായിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഓടി അവിടെ ചെന്ന് ഒരു ഫറന്നേ ഉള്ളൂ. ഓടി അവിടെ ചെന്നപ്പോൾ നമുക്ക് മുഴുവൻ ഐസാണ്, കീർന്ന് കിടക്കുക. നമുക്കിപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഇങ്ങനെ ഒരു എനക്ക് കാണാം. ഞാൻ കൂടി എന്നിട്ട് കയ്യിലിട്ട് ഞാൻ പിടിച്ച് അവിടെ മുട്ട് കുത്തി ഞാൻ കർത്താവിനോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ സ്ത്രീക്ക് നീ കൊടുത്തത് 11 മക്കളെയാ. അത് പിള്ളേരെ നല്ലതായി കിടക്കുന്നത്. ഈ 11 പിള്ളേരെ ചിരട്ടയും പോലിരിക്കുന്ന പിള്ളേരെ നിർത്തിയിട്ട് ഇവിടെ നീ വിളിച്ചാൽ ആ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുണ്ട്? എൻ്റെ ചോദ്യം ഇതൊക്കെയാണ്. ഇപ്പോൾ തന്നെ വിളിക്കണം. ഞാൻ പിടിച്ചു. വിടുകലെന്ന് പറഞ്ഞു. നീ എൻ്റെ ദൈവമാണെങ്കിൽ, ഞാൻ നിൻ്റെ ദാസനാണെങ്കിൽ ഞാൻ വിടുകലെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തോട് സംസാരിക്കുക. എനിക്ക് അങ്ങനെയുള്ളിടത്ത് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ കൈ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണടച്ചിരിക്കില്ലേ, ഒരു ടോർച്ചടിക്കുമ്പോൾ ഒരു ചെറിയ കിരണം ഇങ്ങനെ വരുന്നത് അറിയാം. ഞാനത് നോക്കിയപ്പോൾ അതിൻ്റെ പവർ കൂടിക്കൂടി വരികയാണ്. പവർ കൂടിക്കൂടി വന്ന് നീ മനസ്സിലായി കർത്താവ് പ്രവർത്തിക്കുക, കർത്താവ് നീ സൗഖ്യമാക്കിയിരിക്കുക, സ്തോത്രം എന്ന് പറഞ്ഞ് ഞാൻ കയ്യേത് ഞാനങ്ങ് പോയി. ഞാൻ ഓഫീസിൽ നിന്ന് കയറുന്നതിന് മുമ്പേ കണ്ണ് തുറന്നു, കാല് ചലിച്ചു. അങ്ങനെ എൻ്റെ മോള് 6 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ
എനിക്ക് ഒരു ദിവസം റെസ്റ്റ് ഇല്ലാത്ത ആളാണ്. 6 മാസം പ്രഗ്നൻ്റാണ് അന്ന്. അങ്ങനെയിരിക്കുമ്പോഴും എനിക്കൊരു ദിവസം ഒരു ലീവ് കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം ഒരാൾ കട്ട് ചെയ്തു, ഒരു കൺവെൻഷൻ്റെ. അപ്പോൾ അത് ഞാൻ വീട്ടിൽ നിന്നപ്പോഴത്തേന് ഒരു 4 മണിയായപ്പം ബ്രദറിൻ്റെ വിളിച്ച് പറഞ്ഞു, വിളിക്ക് ഒരു സ്ട്രോക്ക് വന്നു, വേഗത്തിലെത്തുകയെന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് പോയി ചെന്ന് പുള്ളിയെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറ്റിയാക്കി. രാത്രി 8 മണിക്ക് ഇവിടെ വീട്ടിൽ വന്നപ്പോൾ വൈഫിനോട് പറഞ്ഞു, ഡ്രസ്സ് മാറണ്ട, ചൂണ് കഴിച്ചു, മോൾക്ക് ഇച്ചിരി വിഷമമുണ്ട്, അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ പറഞ്ഞു എന്നാൽ കഴിക്കണ്ട എന്ന് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ടാക്കി വെള്ളം കയറ്റി കൊടുത്ത് അവരെന്നെ പിന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയത് കൊച്ചിനെ. അപ്പോഴെനിക്ക് തോന്നി എന്തായാലും കുഴപ്പം, എനിക്ക് അസുഖം അറിയില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചീഫ് ഗൈനക്കോളജിസ്റ്റ് ശോശാമൗര്യൻ ഓടിയെത്തി. ചെന്ന് എഴുതി പുള്ളി അകത്ത് കയറി ചെന്നൊരു ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു, ഒരു 2 കുപ്പി ബ്ലഡ് കിട്ടിയാൽ കൊള്ളായിരുന്നു. ഇത് ഒരു 8:45 മോനെ. ഞാൻ മോനോട് പറഞ്ഞു, മോനെ ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞു. ആ ബ്ലഡ് കൊടുക്കാനുള്ള ലാബറട്ടറിയുടെ വാതിക്കലോട് ചെല്ലുമ്പോഴത്തെ അവിടുത്തെ ഡോക്ടർ മോഹൻ എന്ന് പറയും, പുള്ളി ഓടി ആദ്യം അകത്ത് കയറി പുള്ളിയുടെ ബ്ലഡ് കൊടുത്തു. അവരുടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് പോലെയായിരുന്നു. അക്കാലത്ത് എല്ലാ ഡോക്ടേഴ്സും എല്ലാ സ്റ്റാഫും കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ ഇറങ്ങി പറഞ്ഞു, സാറേ ആ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് വേറെ ബ്ലഡ് വേണം, ഒരു 10 കുപ്പി ബ്ലഡെങ്കിലും കരുതണം, തികയാ വന്നാൽ എടുക്കാൻ ആളിനെ നിർത്തിയേക്കണം. നോക്കണം. രാത്രി 10 മണിയായപ്പോൾ 10 കുപ്പി വേണം, അത് തികഞ്ഞില്ലേ പിന്നെ ആളിനെ നിർത്തി അങ്ങനെയൊക്കെയാണ്. മോനോട് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സിനെ വേഗം കളിക്കുമെന്ന് പറഞ്ഞ് അവൻ വണ്ടിയെടുത്ത് അവനങ്ങ് പോയി. ഞാൻ സണ്ണിലയെ വിളിച്ചു, അവൻ ആരെയും വിളിച്ചില്ല, വിളിഞ്ഞ് വന്നു. അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ നേരെ MOCയിലേക്ക് വിളിച്ചു, ഈ ഗ്രൂപ്പിലുള്ള ബെറ്ററോടെ ലിസ്റ്റ് തരാൻ പറയും. അപ്പോൾ അവർക്കൊക്കെ എന്നെ അറിയാവുന്നതുകൊണ്ട് അവരുടനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് സാറെ വിളിക്കുക, ഞങ്ങൾ ലിസ്റ്റ് റെഡിയാക്കി തരാം. അതുപോലെ തന്നെ ലയൻസിൽ വിളിച്ചു. അവർ ഇത് തന്നെ പറഞ്ഞു, ഹോസ്പിറ്റൽ മുഴുവൻ ആളുകളെ കൊണ്ടങ്ങ് നിറഞ്ഞു, ലാബറട്ടറിയെല്ലാം ബ്ലഡ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഒരു 12 മണിയോടെ അടുത്ത് എന്നോട് പറഞ്ഞു, ഇതൊന്നും ഏൽക്കുന്നില്ല, ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നില്ല, 1 കുപ്പി കൊടുത്ത് 2 കുപ്പി പോവുകയാണ്, ബ്ലീഡിങ് ആണ്, എന്താ ചെയ്യേണ്ടത്, ഒരു ടാബ്ലറ്റ്സ് കിട്ടിയാൽ കൊള്ളാം. ഞാൻ പറഞ്ഞു കുറച്ച് മേടിച്ച് നേരെ മെഡിക്കൽ കോളേജിൽ വിട്ട് അവിടെ എല്ലാം തപ്പി നടന്ന് ആരാണ്ട് ചെന്ന് ഒരെണ്ണം കിട്ടി കൊടുത്തു. രക്ഷയില്ല. അവിടെ എന്നോട് പറഞ്ഞു, കുഞ്ഞ് ഡെഡാണെന്നൊരു സംശയമുണ്ട് പറഞ്ഞു. അവരെന്നെ ഡെഡാണ്, പൂർണ്ണ വഴച്ചേ ചോദിച്ചാൽ അത് വന്നു. അത് കഴിഞ്ഞിട്ടും ബ്ലീഡിങ് നിൽക്കുന്നില്ല. ഒടുവിലവർ കിട്ടാവുന്ന മുഴുവൻ നോക്കി. ഒടുവിൽ എന്നോട് പറഞ്ഞു, സാറ് ക്ഷമിക്കണം, പറയാതിരിക്കാൻ ഒക്കെയില്ല, മോളെയും കിട്ടുകയില്ല. രാവിലെ 4 മണിയായപ്പോൾ 14ാമത്തെ ബോട്ടിൽ ബ്ലഡുമായിട്ട് ഒരു നേഴ്സ് കയറി പോണു. ഞാൻ ഓടി അങ്ങോട്ട് ചെന്നിട്ട്, മോളെ ആ ബ്ലഡ് ഇഞ്ഞതാന്ന് പറഞ്ഞു. സാറേ ഇങ്ങോട്ട് താടി കൊച്ചെന്ന് പറഞ്ഞു. പിടിച്ചിങ്ങോട്ട് മേടിച്ചു. അവിടെ നിന്നോട്ട് ഞാൻ മേലോട്ട് ഉയർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ നിൻ്റെ ദാസനാണ്. ഞാൻ ഒരിക്കൽ നിന്നോടൊരു കാര്യം പറഞ്ഞു. ഞാനും എൻ്റെ വൈഫും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയാൻ ഞങ്ങൾക്ക് ഇടയാക്കരുതെന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുന്നു. ഞാൻ നിൻ്റെ വചനം എൻ്റെ ഏൽപ്പിച്ചിട്ട് ഇന്ന് വരെ ഞാൻ അലസതയോടെ നിനക്ക് വേണ്ടി നിന്നിട്ടില്ല. ഞാൻ തീർത്ത് പറയുക, ഞാൻ അലസത കാണിച്ചിട്ടില്ല. ഞാൻ രാവോ പകലോ നിനക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. എൻ്റെ കുഞ്ഞിനെ ആരോഗ്യത്തോടെ കൊണ്ടുവന്നു. അവിടെ ഡെഡ് ബോഡിയാണ് കൊണ്ടുപോകുന്നെങ്കിൽ ഈ പുസ്തകം ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു. പറഞ്ഞത് ശരിയായാലും തെറ്റായാലും അങ്ങ് പറഞ്ഞു. ഞാൻ കർത്താവ് ഇത് വാഴ്ത്തി കൊടുക്കുക എന്ന് പറഞ്ഞു കൊണ്ട് പോക്കി 2 സ്തോത്രം പറഞ്ഞു കൊണ്ടുപോയി വെച്ചേ. അതുകൊണ്ട് കൊടുത്തു. എവിടെയാ ഇടയ്ക്കിടെ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു, കംപ്ലീറ്റ് തീർന്നു എന്ന് പറഞ്ഞു. കൈയും കാലും വാരും എല്ലാം ഡെഡായി, വനക്കമില്ല, ബ്ലഡ് കയറുന്നുമില്ല. എന്ത് ചെയ്യണം? ഈ ബ്ലഡിനെ കൊണ്ടുവന്ന് ശോശാമൗര്യൻ പയ്യെ ഒന്ന് കൊടുത്തു നോക്കി. കുറേ നേരം പുള്ളിക്കാരി നോക്കിയിരുന്ന പാണ്ടെ മെല്ലെ 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 ബ്ലഡ് കയറുന്നു. രാവിലെ 6 മണിയായപ്പോൾ ബാബു ചാക്കോ ഇറങ്ങിവന്ന് പറഞ്ഞു, സാറേ ഒരു നേരിയ ആശയ്ക്ക് വഴിയുണ്ട്, ബ്ലഡ് ക്ലോട്ടായി. ഇവിടെ നിന്ന് അവൾ മിടുക്കിയായിട്ട് നടന്ന കർത്താവിൻ്റെ വേല ചെയ്തുണ്ട്. അതൊക്കെയാണ് പാസ്റ്റർ ശുശ്രൂഷ കാലയളവിൽ ഏകദേശം എത്ര ശുശ്രൂഷകന്മാർ എഴുതിയിട്ടുണ്ട്? അത് എന്നോട് ചോദിച്ചാൽ എനിക്ക് ശരിക്കും പറയാൻ പറ്റുകയില്ല. എന്നാൽ എടുത്തു പറയാവുന്ന പ്രഗത്ഭരായ ഡിസ്ട്രിക്ട് പാസ്റ്റർമാരും കൗൺസിൽ മെമ്പേഴ്സും
മറ്റ് ഡയറക്ടർമാരായിരിക്കുന്ന പല ആളുകളുമുണ്ട്. ഇന്ന് കർത്താവ് പ്രസിദ്ധരായിരിക്കുന്ന പാസ്റ്റർ PC ചെറിയാൻ എൻ്റെ ആത്മീയ സന്തതിയാണ്. അതുപോലെ തന്നെ എൻ്റെ ശുശ്രൂഷ ധാരാളമായി ഏറ്റുവാങ്ങിയ ആളാണ് വൈറജി, AT ജോസഫ് തുടങ്ങി ഇങ്ങനെയുള്ള പ്രഗത്ഭരായ പല ആളുകളുണ്ട്. പാസ്റ്റർ ഒരു സഭ ആരംഭിക്കുമ്പോൾ പാസ്റ്ററിന് അറിയത്തില്ലായിരുന്നു ഇത്രയും ശുശ്രൂഷമാർ ഒരു സഭയിൽ എഴുന്നേൽക്കുമെന്ന്. പക്ഷെ പാസ്റ്റർ വിതച്ചു, പാസ്റ്റർ സ്ഥാപിച്ചു, പാസ്റ്റർ പോയി. അതെ. പക്ഷെ വർഷങ്ങൾ കൊണ്ട് ധാരാളം അല്ലേ? അതെ അതെ അതെ. അങ്ങനെ എണ്ണി നോക്കുമ്പോൾ തന്നെ ഒത്തിരി പേര്, ഒരു 100 ചില്ലുവാനും പേരെങ്കിലും എൻ്റെ മനസ്സിൽ കണക്ക് കിട്ടിയാലുണ്ട് വേലക്കാർ. പക്ഷേ ഞാൻ അതിലൊക്കെ ഡിസ്ട്രിക്ട് പാസ്റ്റർമാരും ഒക്കെ മരിച്ചു പോയവരുമുണ്ട്, ജീവനോടെ ഇരിക്കുന്നവരുണ്ട്. ഒക്കെ ആണെങ്കിലും എനിക്കിതൊന്നും തിരിഞ്ഞു നോക്കാൻ നേരമില്ല. നമ്മുടെ ലക്ഷ്യം ഏറ്റവും ഞാൻ സഭ ഹാൻഡ് ഓവർ ചെയ്താൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയില്ല. അവരെന്നെ വിളിച്ച് വല്ല മീറ്റിങ്ങോ വല്ലതും ഉണ്ടെങ്കിൽ ചെന്ന് സഹായിക്കുമെന്നല്ലാതെ ഞാൻ പിന്നെ പോവുകയില്ല. പക്ഷേ ഇപ്പോഴുള്ള പല ശുശ്രൂഷമാർക്കും അറിയാമോ പാസ്റ്ററാണ് ആ സഭകൾ സ്ഥാപിച്ചിട്ടുള്ളത്? അയ്യോ, പുതിയ പുള്ളികൾക്ക് പലർക്കും അറിഞ്ഞുകൂടാ. നമ്മുടെ കണക്ക് മേളിക്കിടപ്പുണ്ട്, മനസ്സിലായില്ലേ? എൻ്റെ പേര് പ്രസിദ്ധമാകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഇതിനെ അനുവദിച്ചിരിക്കുക ദൈവമായിരിക്കും വിചാരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സമയമാണ്. 2, വിദേശങ്ങളിൽ പോകുന്നവർ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പറഞ്ഞു എന്നെ ഇവിടേക്ക് ഉച്ചി കെട്ടാനല്ല ദൈവം അയക്കുന്നത്, ഇവിടെ വരുന്നവരുണ്ട്, അവർ പ്രസവിക്കട്ടെ. ദൈവം വിളിച്ച സ്ഥലത്ത് നിൽക്കണം അല്ലേ? പാസ്റ്റർ, ഇപ്പോൾ പാസ്റ്ററിന് എത്ര വയസ്സായി? പൊന്നവയം 85. ഈ ഒക്ടോബർ 26 86 കയറും. പാസ്റ്ററിൻ്റെ ഫാമിലി, ഭാര്യ, മക്കളെ കുറിച്ച് ഒന്ന് പറയാമോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വിവാഹം കഴിച്ചിട്ടിപ്പോൾ 65 വർഷമായി. പുള്ളിക്കാരി അപ്പുറത്തുണ്ട്. ഇപ്പം വയ്യ. മക്കൾ 3 മക്കൾ, 2 പെണ്ണും 1 ആണും. അതിൽ മോന് എൻ്റെ കൂടെയുണ്ട്, ഇവിടെ താമസിക്കുന്നത്. മൂത്ത മോളും കുടുംബവും അവർ കോട്ടയത്തിനടുത്ത് കൊല്ലാട്ടുണ്ട്. മരുമകൻ ഒരു പാസ്റ്ററാണ്, അതോടൊപ്പം ബാങ്ക് ജോലിയുമുണ്ട്. രണ്ടാമത്തെ മോളും മൂത്ത മരുമകന് സപ്ലൈ ഓഫീസറാണ്, കൊട്ടാരക്കര. ശാരമില്ല. ഇനി ഇവർക്കെല്ലാം ആയിട്ട് 5 കൊച്ചുമക്കളുണ്ട്. അവർക്കെല്ലാം കൂടെ. അപ്പോൾ എനിക്ക് 4ാം തലമുറയും കാണാൻ ഭാഗ്യം തന്നു. ആണ് എൻ്റെ ഫാമിലി. എല്ലാവരും ദൈവകൃപയിൽ നിൽക്കുന്നു എന്നുള്ളത് ഇവിടെ സന്തോഷത്തോടെ ഞാൻ പറയുന്നു. യോഹന്നാൻ പറഞ്ഞ എൻ്റെ മക്കൾ സത്യത്തിൽ നിൽക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് വേറെ ഇല്ല. ആ ഒരു സന്തോഷം എൻ്റെ മനസ്സിലുള്ളത്. അതുപോലെ പാസ്റ്റർ, ഏറ്റവും പ്രധാനമായി ഞാൻ പാസ്റ്ററിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്നത്തെ പുതുതലമുറയിൽ ധാരാളം ശുശ്രൂഷ അവർ എഴുന്നേൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബൈബിൾ കോളേജിൽ നിന്നൊക്കെ പഠിച്ച് ഓരോ വർഷവും ആയിരക്കണക്കിന് യുവാക്കന്മാർ ഗ്രാജുവേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അവർ എത്രത്തോളം സുവിശേഷ വേലയിൽ പ്രയോജനപ്പെടും നമുക്ക് അറിയത്തില്ല. അവരോട് കൊടുക്കുവാൻ, ഇതുപോലെ സഭകൾ സ്ഥാപിക്കുവാൻ, ഇതുപോലെ ഓടി തന്നെ ശുശ്രൂഷ ചെയ്യുവാൻ പാസ്റ്ററിന് കൊടുക്കുവാനുള്ള നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഞങ്ങളുമായി പങ്കുവയ്ക്കാം. അവനവൻ്റെ ബുദ്ധിയുടെ പ്രമാണം കൊണ്ടോ കഴിവ് കൊണ്ടോ ദൈവപ്രവൃത്തി വെളിവാകണമെന്നില്ല. മറിച്ച് ദൈവ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ മുട്ടിന് തഴമ്പുണ്ടാകണം. അതിൽ മറ്റൊരു കാര്യം, ജീവിത വിശുദ്ധിയും ഉപദേശ വിശുദ്ധിയും കൈമുതലാക്കി കാത്തു സൂക്ഷിക്കണം. ലക്ഷ്യം നല്ലതാണെങ്കിൽ ദൈവം അത് പ്രവർത്തിച്ച് സാധ്യമാക്കും. ശലോമോൻ പറഞ്ഞൊരു വാചകം ഞാൻ ഓർപ്പിക്കുന്നു. ബുദ്ധിമാൻ്റെ ജീവയാത്ര മേലോട്ടാണ്, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകുന്നു. അപ്പോൾ കീഴെയുള്ള പാതാളം എന്ന് പറയുന്നത് ഡിപ്പാർട്ട് ഫ്രം ഷിയോൽ എന്നാണ്. നരകത്തിന് അവകാശപ്പെട്ടതായ ഇടം വിട്ട് ഒഴിഞ്ഞു പോകുന്ന അനുഭവം ഉണ്ടെങ്കിൽ ദൈവം വരെ ഉയർത്തും. പാതാളം എന്ന് പറയുന്നത് പറുദീസയും നരകത്തെയും മലയാളത്തിൽ ഒരേ പദത്തിലാണ് കിടക്കുന്നത്. അപ്പർ ഹെല്ലെന്നും ലോവർ ഹെല്ലെന്നും ഷിയോലെന്നും ഹെയ്ഡീസ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയുന്നതിനകത്ത് മലയാളത്തിൽ പാതാളം എന്ന് പറയുന്ന പദത്തിന് പറുദീസയെന്നും നരകെന്നും അർത്ഥം കൊണ്ടതിന് മലയാളത്തിൽ പാതാളമെന്ന്. അത് സാഹചര്യം മനസ്സിലാക്കുമ്പോൾ ക്ലിയറാക്കാനൊക്കെ ഉള്ളൂ. ഇപ്പോൾ യാക്കോബിൻ്റെ യൗസഫിൻ്റെ ഉടുപ്പ് പിടിച്ചുകൊണ്ട് അപ്പം പറഞ്ഞത്, ഞാൻ എൻ്റെ നരച്ച തലയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കി അവനെ കാണുന്നു. ആ പാതാളം നരകമല്ല,
പരദേശിയാണ്. അതേസമയത്ത് ആവർത്തന പുസ്തകം പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട്, എൻ്റെ കോപത്താൽ തീ ജ്വലിച്ച് പാതാളത്തിൻ്റെ ആഴത്തോളം കത്തും, ഭൂമി വെന്തു പോകും, പർവ്വതങ്ങൾ കരിഞ്ഞു പോകും. ആ പാതാളം നരകമാണ് എൻ്റെ കോപത്താൽ. അപ്പോൾ രണ്ടും പാതാളമാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒഴിഞ്ഞു പോകുന്ന ഒരു അനുഭവം സ്വയമായിട്ട് ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ആത്മീയ മണ്ഡലം മുഴുവനും മലീമസമാണ്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് വ്യവസ്ഥ വിട്ടിട്ട് വഴിമാറിപ്പോകുന്ന ഈ ചെറുപ്പക്കാർ എത്രമാത്രം തുള്ളിച്ചാടിയാൽ എന്തെല്ലാം ബഹളമുണ്ടാക്കിയെന്നാലും ദൈവപ്രവൃത്തി വെളിവായെന്ന് വരികയില്ല. ഇന്ന് എൻ്റെ സ്വയം മനസാക്ഷി പറയുന്നു, അനേക ശുശ്രൂഷകന്മാരിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണോ എന്ന് ഞാൻ ന്യായമായി സംശയിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവാണെങ്കിൽ അതിൻ്റെ ഫലം കാണണം. ആ ഫലം പുറപ്പെടുവിക്കാതെ ജീവിത സന്ധാരണത്തിന് വേണ്ടി ഒരു പങ്ക് നീങ്ങുന്നില്ലേ എന്ന് ഞാൻ ന്യായമായിട്ട് ചിന്തിക്കുന്നു. ജീവിത സന്ധാരണം മാത്രമാണ് അവരുടെ വിഷയം. തങ്ങളുടെ മക്കളെ ഉയരത്തിൽ കൊണ്ടുവന്ന് പഠിപ്പിച്ചെടുക്കണം. അവർക്ക് വാഹനം വേണം, നല്ല വീട് വേണം. ഇങ്ങനെയുള്ളതായ മെറ്റീരിയൽ ബെനിഫിറ്റ്സാണ്. ബാഹ്യമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നത് കർത്താവിൻ്റെ വേലയ്ക്ക് പരാജയമാണ്. നേരെ മറിച്ച് മുട്ടുകുത്തി കിടന്ന് കരയുന്നവരുണ്ടോ, ദൈവം അവർക്ക് ശുശ്രൂഷ കൊടുക്കും. ശുശ്രൂഷ കൊടുക്കും. എനിക്ക് ദൈവം തന്ന ഒരു അനുഭവം ഞാൻ പറയുകയാണ്. ജനമിരുന്ന് നേരങ്ങൾ പാവൽ കത്തിയങ്ങ് കൃപാവരങ്ങളിൽ ജ്വലിച്ച് ഞങ്ങളെ നടത്തിയത് മുഴുവൻ ബുദ്ധിയുടെ പ്രമാണമല്ല, പരിശുദ്ധാത്മാവ് മാത്രമാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോരുത്തരും പ്രവചനം വരെ ചോദിക്കുന്നു, വെളിപ്പാട് ചോദിക്കുന്നു, രോഗശാന്തി, ഭൂതശാന്തി എല്ലാം ചോദിക്കുന്നു. എന്നാൽ ഞാൻ ഒരിക്കൽ പോലും കർത്താവിനോട് ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു വാങ്ങിയ രണ്ട് കാര്യമുണ്ട്. കൃപയിൽ വന്നപ്പോൾ എൻ്റെ കടലിൽ നിന്നൊഴുകിയ കണ്ണുനീരുണ്ട്. അതെനിക്കൊരു നാളും വറ്റിപ്പോകരുത്. എൻ്റെ കണ്ണുനീര് വറ്റിപ്പോകാനിടയാകരുത് എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇതുവരെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നവരെ ദൈവം എന്നെ മാനിച്ചിട്ടുണ്ട്. രണ്ടാമതിൻ്റെ ഡിമാൻഡ് ഇതാണ്, എനിക്ക് വിശ്രമം തരരുത്. ഞാൻ ചോദിച്ച് വാങ്ങിയതാണ്. മറ്റേത് 1 മണിക്കൂർ ഉപവാസമോ പ്രാർത്ഥന കഴിച്ച് ഒന്ന് കിടക്കട്ടെ, നടുവിൽ വേദനയാണെന്ന് പറഞ്ഞ് പോയി കിടക്കുമ്പോൾ വിഷമിക്കുമ്പോൾ ഞാൻ വിശ്രമം ചോദിച്ചിട്ടില്ല. ദൈവം എനിക്ക് വിശ്രമിക്കാൻ അനുവാദം തന്നിട്ടുമില്ല. ഇപ്പോൾ ഈ കോവിഡ് നിമിത്തം വരുന്ന വിശ്രമം അതിനും ഇറക്കേടില്ല. മുഴുവൻ സമയം ഇവിടെ ഇരുന്ന് സൂം മീറ്റിംഗ് ഉണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ പ്രാർത്ഥന തന്നെ കണക്കിന് വിഷയങ്ങളാണ് കിടക്കുന്നത്. പ്രാർത്ഥിക്കാൻ കീറാമുട്ടി വിഷയങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വിട്ട് ഇങ്ങോട്ടും പോകുന്നില്ല. വളരെ അടിയന്തര കേസുണ്ടെങ്കിൽ മാത്രം മോനെ വിളിച്ചുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് അതിന് പോകും. അത്രയുള്ള വെളിയിൽ പോകുന്നില്ല. അങ്ങനെ ഒരു വിശ്രമമാണ്. പക്ഷേ വിശ്രമമല്ല. ഈ സമയത്ത് ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ഒരു വലിയ പങ്കും എൻ്റെ വചനം കേൾക്കുന്നുണ്ട്, എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് മാന്യതയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ചെറുപ്പക്കാരായ ആളുകൾ ദൈവത്തിൻ്റെ പ്രമാണത്തെ അനുസരിക്കാൻ തയ്യാറാകണം. ന്യായന്മാരുടെ പുസ്തകത്തിൽ അവരോട് ഇന്നത് ചെയ്യുക, അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ച് കളയണം, അവരെ തകർത്ത് കളയണമെന്ന് പറഞ്ഞിട്ട് അവരനുസരിച്ചില്ല എന്നാണ് കിടക്കുന്നത്. അപ്പോൾ യൗവനക്കാർ അനുസരിക്കാവുന്നപ്പോൾ ദൈവതമ്പുരാൻ പറഞ്ഞു, അവരനുസരിക്കായിക്കൊണ്ട് ആ ജാതികൾ ഇവർക്കൊരു മുള്ളായിട്ടിരിക്കും. നമ്മളെ ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷ. ഇനി ഞാൻ പറയാം, യെരമ്യാവിനെക്കുറിച്ച് ഇവിടെ വായിക്കുന്നത്, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. വളരെ ശ്രദ്ധിക്കേണ്ട വീടാണിതെല്ലാം. നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അമ്മ അറിഞ്ഞില്ല, അപ്പൻ അറിയുന്നില്ല, ബന്ധപ്പെട്ടവരാരും അറിയുന്നില്ല, പക്ഷെ ഞാൻ നിന്നെ അറിഞ്ഞു. നീ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഇത് പുറത്തുള്ള ആരും അറിയുന്നില്ല. അകത്തിങ്ങനെ ദൈവം പ്രവർത്തിക്കുക. എന്തിന്? നീ അമ്മയുടെ ഉദരത്തിൽ പുറത്ത് വരുന്നതിന് മുമ്പേ വിശുദ്ധീകരിച്ച് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനാക്കി നിയമിച്ചിരിക്കുന്നു എന്ന അപ്പോയിൻമെൻ്റ് ഓർഡറാണ്. ഇവിടെ ഡിഗ്രിയുടെ കെട്ടുകളുമായിട്ട് തലച്ചോടായിട്ട് ഓഫീസറും കയറി കഴിഞ്ഞ് നടക്കുക. ഒരു ജോലി യെരമ്യാവിനോട് ചോദിച്ചാൽ അവൻ എങ്ങും കയറിയിട്ടില്ല. പ്രസവിച്ച് ഭൂമി വീഴുന്നതിന് മുമ്പേ അപ്പോയിൻമെൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോയിൻമെൻറ്റ് ജാതികൾക്ക് പ്രവാചകനായ അവൻ വിശ്വസ്തയോടെ ചെയ്തെടുത്തു.
അതുകൊണ്ട് അവൻ കാവൽ മറവിട്ടത്ത് കിടക്കേണ്ടി വന്നു, അവൻ അടി കൊള്ളേണ്ടി വന്നു, അവനെ കിണറ്റിടേണ്ടി വന്നു. എന്നാൽ ദൈവം എല്ലാറ്റിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടിരുന്നു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം തരുന്ന ഒരു ശുശ്രൂഷ ഉണ്ടെങ്കിൽ അത് വിശ്വസ്തയോടെ ചെയ്യാൻ തയ്യാറായാൽ മതി. അപ്പോൾ പറഞ്ഞു വന്നേ, ചെറുപ്പക്കാരായ ദൈവദാസന്മാരെന്ന് പറയുന്നത് ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വന്നാൽ, ചിലപ്പോൾ അപവാദം കേൾക്കേണ്ടി വന്നാൽ, ഭീഷണി സഹിക്കേണ്ടി വന്നാൽ ഉടനെ തന്നെ മുഖവും വെറുപ്പിച്ച് എനിക്കിവിടെ വരുമാനമൊന്നുമില്ല, ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് പോകരുത്. ഞാൻ പറയുന്നത്, നിൻ്റെ കണ്ണിൽ നനവുണ്ടോ? നിൻ്റെ കണ്ണ് വരണ്ടു പോകാതെ നനഞ്ഞിരിക്കുക. നിൻ്റെ മുട്ട് സോഫ്റ്റായിട്ട് ഇല്ലായിരിക്കേണ്ടത്, തഴമ്പുണ്ടോ? നിനക്ക് ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം നിൻ്റെ ഉള്ളിലുണ്ടോ? ദൈവം നിനക്ക് വഴി ഒരുക്കും. ഈ 18 പേർക്ക് ഞാൻ ഓരോ മാസം അയച്ചു കൊടുക്കുന്നത് ഈ വീട്ടുകാർക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ വൈഫ് മക്കൾക്ക് പറഞ്ഞുകൂടാ. നീ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഈ കേൾക്കാൻ അറിയുന്നു. എന്നെ ദൈവം ഒരു ശുശ്രൂഷകരായി നിർത്തിയിരിക്കുന്നു. 85 വയസ്സുള്ള എന്നെ ഇപ്പോഴും വിശ്രമമില്ലാതെ ശുശ്രൂഷ തരുന്നൊരു കൊച്ചു കാര്യമല്ല. അനേക ഉപദേശിമാർ ഒരു വരുമാനവും ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നു. അപ്പോൾ ആ ദൈവം തമ്പുരാൻ എന്നെ ഇങ്ങനെ നിർത്തുന്നത്, അതിന് ദൈവത്തിൻ്റെ നീതിയാണ് പറയുന്നത്. എനിക്ക് ഈ സോഴ്സ് പറയുന്ന ഒരു ദിവസവും മുടക്കാതെ എനിക്ക് ശുശ്രൂഷയുണ്ട്. കൺവെൻഷൻ വീടാൻ എനിക്ക് തിരക്കാണ്, അല്ലാത്ത പോലെ ചർച്ച പ്ലാന്റിങ്ങാണ്. ഞാൻ അധ്വാനിച്ചെന്നുള്ളത് ഒരു ഭാരമാണ്. അധ്വാനിക്കുന്നത് കർത്താവിന് വേണ്ടി എനിക്ക് സന്തോഷമല്ലേ. അപ്പം അങ്ങനെ ഞാൻ അധ്വാനിക്കുന്നതുകൊണ്ട് എനിക്ക് ലഭിക്കുന്ന നന്മ ഞാൻ മറ്റൊരിടത്തേക്ക് ഡൈവേർട്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തന്നവരും അനുഗ്രഹിക്കപ്പെടുന്നു, ഞാൻ കൊടുത്തപ്പോൾ എന്നെ അനുഗ്രഹിക്കുന്നു, മേടിച്ചവർ അവിടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഞാനിവിടെ സമ്പാദിക്കാൻ പോയിട്ടില്ല. തീർച്ചയായിട്ടും നെവർ. ഞാൻ അഭിമാനത്തോട് നല്ല സാക്ഷ്യമാണ് എൻ്റെ കേൾവിക്കാരോട് പറയുന്നത്. നീ നിനക്കായിട്ട് തന്നെ ഒന്നും വിചാരപ്പെടേണ്ട, നീ ചെയ്തുകൊണ്ട് നീ ചെയ്യാനുള്ളത് ചെയ്യുക. അതെ, നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെ നിന്നെ മുമ്പിൽ പോകുമെന്നല്ല, നിന്നെ പിന്തുടരും. യു ഡു യുവർ ഡ്യൂട്ടി. നീ കിളയ്ക്കാൻ പിടിച്ചാൽ പറയുന്നിടത്ത് പോയി കിളയ്ക്ക്. രാവിലെ കാശ് തന്നാൽ ഞാൻ കിളയ്ക്കാവുന്ന മുതലാളിയോട് പറയണ്ട. നീ കിളയ്ക്കാൻ പറഞ്ഞാൽ ആ ഏറിയ കിളച്ചിട്ട് നീ വരുമ്പോൾ, നീ കാലും കൈയും കഴിയേച്ച് വരുമ്പോൾ നിൻ്റെ കൂലി തന്നിരിക്കും. ആ ഒരു വലിയ കാഴ്ചപ്പാട് വേണം ശുശ്രൂഷകന്മാർക്ക്. ഇതില്ലാതെ കൂലിപ്പട്ടാളത്തെ പോലെ നിന്നാൽ വേല വിജയിക്കുകയില്ല. പാസ്റ്റർ, ഏകദേശം എത്രത്തോളം ആത്മാക്കളെ നേടിക്കാണും? അത് പറയാൻ പറ്റുന്നില്ല, എനിക്കറിയാമെങ്കിലും പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ള കേസാണെങ്കിലും ഇത്രയും സഭകൾ ഉണ്ടാകാതെ രക്ഷിക്കപ്പെട്ടവർ തന്നെ ഒരുപാട് പേരുണ്ടെന്ന് വിചാരിച്ചു. രക്ഷിക്കപ്പെട്ട് അവരൊക്കെ വിളിച്ച് പറയുമ്പോഴേ ഞാൻ അറിയുന്നത് ശുശ്രൂഷയിലാണ് രക്ഷിക്കപ്പെട്ടതെന്ന് വരുന്നത്. അല്ല, എനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായും അത് പറയാൻ പറ്റത്തില്ല. അതുപോലെ സ്നാനപ്പെടുത്തിയ ഒരുപാട് പേരെ സ്നാനപ്പെടുത്തി, വമ്പന്മാരും കൊമ്പന്മാരും പുരോഹിതന്മാരെ സ്നാനപ്പെടുത്തി. വലിയ വമ്പന്മാരെ എന്ന് പറഞ്ഞാൽ ദേശം മുഴുവൻ കിടിലം കുളിക്കുന്ന പുള്ളികളെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് ഓഫീസേഴ്സിനെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് ഞാൻ എനിക്ക് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിൽ തുടങ്ങി ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇൻട്രഡക്ഷനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൂടെ കയറി വരുന്നു. തടിയന്മാരാണ്. അതുകൊണ്ട് കസേര ഇട്ട് കൊടുത്ത് അവരോടെ ഇരുന്നു. ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ നല്ല ഇതിലായിരുന്നു. വിരൽ ചൂണ്ടി വെച്ച് പറഞ്ഞു, നിൻ്റെ പിതാക്കന്മാരുടെ കണ്ണുനീരിന് നീ മറുപടി പറയുന്നില്ല എങ്കിൽ നിൻ്റെ മേലിട്ടിരിക്കുന്ന ചൂണ്ട ഞാൻ വലിച്ചു മുറുക്കുമെന്ന് പറഞ്ഞു. പ്രസംഗം മുന്നോട്ട് പോയി. ഞാൻ നോക്കിയപ്പോൾ ഇയാൾ കണ്ണുനീർ ഉടയ്ക്കുന്നു, തടിയൻ. യോഗം കഴിഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ചവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ മനുഷ്യൻ അവിടെ നിന്ന് ഭാര്യയും കൂടെ എൻ്റെ അടുത്ത് വന്നത് പരിചയപ്പെടാൻ നിന്നാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആരാ എന്താന്ന് എന്നെ വിരൽ ചൂണ്ടി പറഞ്ഞത് എന്നോടായിരുന്നു. അന്നേരം പുള്ളി പറയുന്നത് ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ ചെറുപ്പത്തിലെ പട്ടാളത്തിൽ പോയതാണ്, ഞാൻ പോലീസിലായിരുന്നു, എനിക്ക് അവിടെ വെച്ച് ലിക്കർ കുടിക്കാൻ കിട്ടും, ഞാൻ കഴിച്ചു. പ്രൊമോഷൻ കിട്ടുമ്പോൾ കോട്ട കൂടുതലുണ്ട്, അന്നേരം കഴിക്കും. അങ്ങനെ കുടിച്ച് ഞാനിപ്പോൾ ഒരു മൂക്കുടിയനാണ്. ഞാനാണിപ്പോൾ തിരുവനന്തപുരം സിറ്റിയിലെ DSP ജോർജ് എന്നാണ് എൻ്റെ പേര്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന DSP ജോർജ് സാറാണ്.
ഞാൻ ചോദിച്ചു, അപ്പച്ചൻ്റെ കണ്ണുനീരിന് മറുപടി പറയാമെന്ന് ചോദിച്ചു. പറയാമെന്ന് പറഞ്ഞു. കണ്ണ് നിറഞ്ഞു പുള്ളിയുടെ. ഞാൻ പറഞ്ഞു കൊടുത്ത വാചകത്തിൽ പുള്ളി പ്രതിഷ്ഠിച്ചപ്പോൾ കണ്ണിൽ നിന്ന് കൊടുകൂടെ വീണു. ഭാര്യ അവിടെ നിന്നുകൊണ്ട് കരയുകയാണ്. പുള്ളിക്കാരി പ്രതിഷ്ഠിച്ചു. ആ പുള്ളി 3 മാസം മുമ്പ് സ്നാനപ്പെട്ടു. ഇതൊക്കെ ചരിത്ര സംഭവമാണ്. പാസ്റ്റർ, ഇത്രയും സമയങ്ങൾ ഞങ്ങളോട് പ്രത്യേകിച്ച് ഹാർവസ്റ്റ് ടി വിയിൽ പ്രേക്ഷകരോട് പങ്കുവച്ച അനുഭവങ്ങൾ, അതിന് പ്രത്യേകം നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. പാസ്റ്റർ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, പാസ്റ്റർ PC എബ്രഹാം അവരുടെ സുവിശേഷ യാത്ര തികച്ചും ആവേശം അത്ഭുതങ്ങളുടെയും ഒരു യാത്രയായിരുന്നു. താൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, വിശ്രമം വേണ്ട കർത്താവേ, കർത്താവിൻ്റെ വേലിയിലേക്ക് നിന്നാൽ മതി എന്ന് വിശ്രമം ഇല്ലാത്ത ശുശ്രൂഷ ചോദിച്ച് മേടിച്ച് ഈ 86-ാമത്തെ വയസ്സിലും ദൈവത്തിൻ്റെ ഈ സുവിശേഷ രണാങ്കണത്തിൽ ശക്തമായി നിൽക്കുന്ന ഒരു അഭിഷക്തനാണ്. നിശ്ചയമായിട്ടും കർത്താവ് പ്രത്യേകാൽ തിരഞ്ഞെടുത്ത പ്രിയ അപ്പോസ്തലിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ എല്ലാ നന്ദിയും ദൈവനാമത്തിൽ ഞങ്ങൾ പാസ്റ്ററിനെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.